السلام عليكم ورحمة الله. بسم الله والحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ومعشوقنا ومجتبانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاكرين الشاكرين والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم النكاح من سنتي فمن رغب عن سنتي فقد رغب عني. قال رسول الله ولدتك أمك يا ابن آدم باكيا والناس حولك يضحكون سرورا فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. واعلموا أمة محمد. ബഹുമാനാദരവുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, മുഅ്മിനുകളെ, അല്ലാഹു തആല ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവരുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ട് സ്വർഗവാസികളിൽ ചേർക്കുമാറാകട്ടെ. കലിമ ചൊല്ലി സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മജ്ലിസുൻ നൂറിന്റെയും ഖത്മുൽ ഖുർആനിന്റെയും ഒക്കെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണ പരമ്പരയുടെ 1-ാം ദിനമാണ് ഇന്ന്. കുടുംബജീവിതം എന്ന ഗഹനമായ വിശാലമായ ഈ കാലത്ത് പ്രത്യേകിച്ചും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഒന്നോ രണ്ടോ ദിവസങ്ങളെ കൊണ്ട് പറഞ്ഞൊപ്പിക്കാൻ കഴിയാത്ത വിധം
വിശാലമായി പരന്നു കിടക്കുന്നൊരു മേഖലയാണ് കുടുംബജീവിതം എന്ന വിഷയം. അതുകൊണ്ട് തന്നെ പരിമിതമായ സമയത്തിനുള്ളിൽ അനിവാര്യമായി മനസ്സിലാക്കേണ്ട അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കും. നാമൊക്കെ മുസ്ലിങ്ങളാം, മുസ്ലിമായി ജനിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവാന്മാരാണ്. ഇസ്ലാം എന്നത് അള്ളാഹുവിന്റെ മതമാണ് എന്നും മനുഷ്യൻ ബന്ധപ്പെടുന്ന സകല മേഖലകളെക്കുറിച്ച് സമഗ്രമായി അപഗ്രഥിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നും നാമൊക്കെ മനസ്സിലാക്കിയതാണ്. അള്ളാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഏതാനും ചില അനുഷ്ഠാനാചാരങ്ങളെ കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണ മുസ്ലിമാകില്ല. അവൻ ബന്ധപ്പെടുന്ന വിവിധ മേഖലകളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകളും നിലപാടുകളും നിയമങ്ങളും എന്തൊക്കെയാണോ അതൊക്കെയും നിറവേറ്റുന്നവനാകുമ്പോഴാ അവനൊരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയപ്പെടാൻ അവകാശപ്പെട്ടവനാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റ് മുസ്ലിങ്ങൾ ഇവന്റെ നാവിൽ നിന്ന് കയ്യിൽ നിന്ന് സുരക്ഷിതര, അത്തരക്കാരന മുസ്ലിം എന്ന് പറയപ്പെടുന്നത്. സാമൂഹ്യപരമായി ചിന്തിച്ചാൽ മറ്റ് ആളുകൾക്ക് ഇവനെക്കൊണ്ട് നാക്കുകൊണ്ടോ കൈകാലുകളെ കൊണ്ടോ മറ്റ് അവയവങ്ങളെ കൊണ്ടോ ഒരു ഉപദ്രവമില്ലാതെ ആ കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുന്നവനാണെങ്കിൽ അവൻ മുസ്ലിം എന്ന പേരിന് അവകാശപ്പെടൂ എന്ന ഈ വചനം പറയുന്നത്. പുരുഷന്മാർ നേരത്തിന് പള്ളിയിലെത്തി നിസ്കാരങ്ങളോ ഓത്തോ പാട്ടോ ദിക്റുകളോ ദുആകളോ ആയി കഴിഞ്ഞുകൂടിയതുകൊണ്ട് മാത്രമോ, സ്ത്രീകൾ നിസ്കാരപ്പായ വിരിച്ച് അതിൽ നിസ്കാരവും ദുആകളുമായി ദിക്റുകളും സലാത്തുകളുമായി കഴിഞ്ഞുകൂടുന്നത് കൊണ്ടോ അവന് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരണപ്പെട്ടവനാകാൻ കഴിയില്ല. മറിച്ച് സാമൂഹ്യപരമായി, കുടുംബപരമായി, അയൽപ്പക്ക സംബന്ധമായി മറ്റ് ഏതൊക്കെ മേഖലകളിൽ മനുഷ്യൻ ഇടപെടുന്നുണ്ടോ ആ മേഖലകളിലൊക്കെ ഒരു മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളും അച്ചടക്കങ്ങളും എന്തൊക്കെയാണോ അതവൻ നിറവേറ്റേണ്ടതുണ്ട്. ആ വിഷയത്തിൽപ്പെട്ട ഒന്നാണ് കുടുംബം എന്നത്. കുടുംബത്തിലൊരംഗമായി ജീവിക്കുന്ന മനുഷ്യൻ ആ കുടുംബവുമായി എങ്ങനെ ബന്ധപ്പെട്ട് ഇടപഴകി ജീവിക്കണം എന്നതിന് വ്യവസ്ഥാപിതമായ നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാം വിട്ടുള്ള എല്ലാ കാര്യങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആ വിഷയകമായി ഒരു മുസ്ലിം പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണോ അത് പാലിച്ചാൽ മാത്രമേ അവൻ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാന്റെ കാരുണ്യം ലഭിക്കുകയില്ല കുടുംബബന്ധം വിച്ഛേദിക്കുന്നവനെന്ന് ഖാല റസൂലുള്ളാഹി. ജഗനിയന്താവായ റബ്ബിന്റെ അടുക്കൽ വിജയവും അവന്റെ കാരുണ്യവും ലഭിക്കണമെങ്കിൽ കുടുംബബന്ധം നിലനിർത്തേണ്ടതാണ്. എന്താണ് കുടുംബബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? കുടുംബം എന്നത് 3 വിധത്തിലാണ് ഉണ്ടായിത്തീരുന്നത്. ഒന്ന് രക്തബന്ധത്തിലൂടെയാണ്, ഒന്ന് കെട്ടുബന്ധത്തിലൂടെയാണ്, ഒന്ന് മുലകുടി ബന്ധത്തിലൂടെയാണ്. നസബൻ വ റളാഅതൻ വ മുസാഹറതൻ എന്ന കിതാബുകളിൽ കാണാൻ കഴിയുന്നതാണ്. ഒന്ന് തറവാടുപരമായിട്ടാണ്, മറ്റൊന്ന് അവന്റെ മുലകുടി ബന്ധത്തിലൂടെയാണ്, മൂന്നാമത്തേത് വിവാഹബന്ധത്തിലൂടെയാണ്. ഈ 3 ബന്ധത്തിലൂടെയും കുടുംബബന്ധം എന്ന ഒന്ന് ഉണ്ടാകുന്നതാണ്. അവരോടൊക്കെയുള്ള കടപ്പാടുകൾ നിറവേറ്റുമ്പോഴാണ് അവൻ കുടുംബബന്ധം സിലത്തുർ റഹ്മ നിലനിർത്തിയവൻ എന്ന് പറയാനൊക്കൂ എന്ന് വഅലമു ഉമ്മത്ത മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ നാളെ മഹ്ശറ ലോകത്ത് ഹാജരാക്കപ്പെട്ട് അവിടെയുള്ള വിചാരണ കഴിഞ്ഞ് അവസാനമായി നമുക്ക് അഭിമുഖീകരിക്കേണ്ടതാണ് സിറാത്ത് പാലം എന്നത്. സിറാത്ത് പാലത്തിലൂടെ കടക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാനേ കഴിയില്ല എന്ന വിചാരണയില്ലാതെ ചില ആളുകൾക്ക് അല്ലാഹു തആല രക്ഷ നൽകിയെന്ന് വരും. പ്രത്യേകമായ ചില ആളുകൾക്ക് വിചാരണയില്ലാതെയുള്ള രക്ഷയാണ് അല്ലാഹു നൽകുക. അല്ലാഹു അത്തരക്കാരിൽ പെടുത്തുമാറാകട്ടെ.
വേറെയും പലവിധ ആനുകൂല്യങ്ങളും നൽകപ്പെടുന്നവരുണ്ട്. പക്ഷേ സിറാത്ത് പാലമുണ്ടല്ലോ, നരകത്തിന്റെ അരികിലേക്ക് നിങ്ങളിൽപ്പെട്ട ഒരാളും വരാതിരിക്കുന്നവരല്ല എന്ന് ഖുർആൻ പറയുകയുണ്ടായി. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹത്തുക്കളായ മുഫസ്സിരീങ്ങൾ പറയുന്നത്, നരകത്തിന്റെ മീതെയിട്ട സിറാത്ത് പാലമില്ലേ, മഹ്ശറിലാണ് മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവിടെ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, അവിടെ മുഅ്മിനീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്. മുഴുവൻ ആളുകളും ഹാജരാക്കപ്പെടുന്ന മേഖലയാണ്, സ്ഥലമാണ് മഹ്ശർ എന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നരകമാണ്. അതിന്റെ അപ്പുറത്താണ് സ്വർഗമെന്ന ഭവനം അല്ലാഹു തയ്യാർ ചെയ്തു വച്ചിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിലോ, ആ സ്വർഗക്കാരായ ആളുകൾക്ക് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിലോ ആ നരകമങ്ങ് മുറിച്ചു കിടക്കേണ്ടതുണ്ടല്ലോ. ഈ റോഡിന്റെ മറുപടിയിലേക്ക്, മറുഭാഗത്തേക്ക് ആളുകൾക്ക് എത്തണമെങ്കിലോ ഈ റോഡങ്ങ് മുറിച്ചു കിടക്കേണ്ടതല്ലേ? എന്നതുപോലെ നരകമങ്ങ് വിട്ടുകിടന്നെങ്കിൽ മാത്രമേ മറുഭാഗത്തുള്ള സ്വർഗത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അത് എത്തിച്ചേരാൻ വിട്ടുകിടക്കാനുള്ള വഴിയാണ് സിറാത്ത് പാലം എന്ന പാലം കേട്ടോ. ആ പാലത്തിലൂടെ മനുഷ്യന്മാര് പോവുകയാ. ഈമാനുള്ള ആളുകളാണ് എങ്കിലോ, എല്ലാവിധത്തിലും പൂർണ്ണത നേടിയ ആളാണ് എങ്കിലോ തടവില്ലാതെ അവൻ മറുകരയിലേക്ക് എത്തിച്ചേരുന്നതാ. സത്യനിഷേധികളാണ് എങ്കിലോ ആ സിറാത്ത് പാലത്തിന്മേലുള്ള കൊളുത്തുകളും മുള്ളുകളും തുടങ്ങി താഴോട്ടവൻ വീഴുന്നതാ. ഇനി ഈമാനുള്ള ആളുകളാ, പക്ഷെ പല ദോഷങ്ങളുമുണ്ട്. ആ ദോഷങ്ങൾ കാരണത്താൽ പെടുന്നതിനെങ്ങും മറുകരയിലേക്ക് എത്താൻ അവന് കഴിയാത്ത അവസ്ഥയാണ്. ആ പാലത്തിന്മേലുള്ള കൊളുത്തുകളും മുള്ളുകളും അവനെ പിടിച്ചു വലിച്ച് താഴോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാ. ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തുർസലുൽ ലബാനത്തു വസിലത്തുർ റഹ്മി ഇലസ്സിറാത്ത്. രണ്ട് സാഗരങ്ങളെ ആ പാലത്തിലേക്ക് അയക്കപ്പെടുന്നതാണ്. ഒന്ന് അമാനത്ത്, സത്യസന്ധതയാണ്. രണ്ടാമത്തേത് കുടുംബബന്ധം പുലർത്തലുമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. 4 അടങ്ങ് വെക്കുമ്പോഴേക്ക് കൊളുത്ത് പിടിച്ചു വലിച്ച് അവൻ താഴോട്ട് ബാലൻസ് തെറ്റി വീഴാറാകാം. ആ പാലത്തിന്റെ വിശേഷണങ്ങളും അതിന്റെ അവസ്ഥകളുമൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവൻ ബാലൻസ് തെറ്റി വലതു ഭാഗത്തേക്ക് ചാഞ്ഞു ചെരിഞ്ഞ് അടിയിൽ തീകുണ്ടാലമാണ്. അതിലേക്ക് വീഴാറാകുമ്പോ തുർസലുൽ അമാനത്തു വസിലത്തുർ റഹം, ഒരു ഭാഗത്ത് താങ്ങാൻ, അവനെ താങ്ങി നിർത്തി ലെവലാക്കാൻ, ഈ ബാലൻസ് തെറ്റാതെ ലെവലാക്കി മുന്നോട്ട് നടക്കാൻ സൗകര്യപ്പെടുത്തുന്നത് അൽ അമാനത്തു, അവന്റെ സത്യസന്ധത. ഭൂലോകത്ത് അവൻ ജീവിച്ചിരുന്ന അവസരത്തിൽ മറ്റാളുകളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ, വാക്കുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ച് പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിറവേറ്റൽ തുടങ്ങിയ കാര്യങ്ങളിലുള്ള സത്യസന്ധത അതിനൊരു ശക്തിയായി ഹാജരാക്കപ്പെടും. അത് അവനെ താങ്ങി നിർത്തി ലെവലാക്കി നടക്കാൻ സഹായിക്കും. 4 അടി മുന്നോട്ട് പോകുമ്പോഴേക്ക് വീണ്ടും കൊളുത്തിൽപ്പെട്ട് താഴോട്ട് ബാലൻസ് തെറ്റി വീഴാനാവുകയാണ്. അപ്പോഴാണ് ഇടതുഭാഗത്ത് മറ്റൊരു ശക്തി വന്ന് അവനെ താങ്ങി നിർത്തുന്നത്. അത് സിലത്തുർ റഹ്മി, കുടുംബബന്ധം പുലർത്തുക എന്ന ശക്തിയാണ്. അതങ്ങ് താങ്ങിയവനെ ലെവലാക്കി നിർത്തുമ്പോ അവൻ മുട്ടിത്തട്ടി മുന്നോട്ട് വീണ്ടും നടക്കാൻ കഴിയുകയാ. വീണ്ടും ബാലൻസ് തെറ്റി താഴോട്ട് വീഴാറാകുമ്പോ ഈ 2 ഭാഗത്തു നിന്നും, ഒരു ഭാഗത്തു നിന്ന് അമാനത്തും മറുഭാഗത്തു നിന്ന് സിലത്തുർ റഹ്മും കുടുംബബന്ധം പുലർത്തലും അവനെ താങ്ങിയപ്പോ അവൻ മുട്ടിത്തട്ടി തട്ടിമുട്ടി മറുകരയിലേക്ക് എത്തുന്നതാ. അത്തരം സിറാത്ത് പാലത്തിലൂടെ രക്ഷപ്പെടുന്ന ആളുകളെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി. ഇത് വല്ലാത്തൊരു അനുഗ്രഹമുള്ള ബന്ധമാണ്, ബന്ധം പുലർത്തലാണ് എന്നർത്ഥം. ആരോടൊക്കെയാണ് ഈ ബന്ധം പുലർത്തേണ്ടത്, കുടുംബബന്ധം പുലർത്തേണ്ട രൂപങ്ങളും രൂപകോലങ്ങളും എന്തൊക്കെയാണ്? ഒരുപാട് വിശാലമായി പറയാനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഇടപഴകുന്ന അംഗങ്ങളുടെ ബന്ധങ്ങളെക്കുറിച്ച് അല്പമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബം വരുന്നത് ദാമ്പത്യ ജീവിതത്തിലൂടെയാണല്ലോ. ദാമ്പത്യ ജീവിതത്തിൽ അംഗങ്ങളാകുന്നത് വധുവും വരനും. അവരിലൂടെ ഉണ്ടാകുന്ന മക്കള്, ആണും പെണ്ണുമായ മക്കള്. ആ മക്കൾ ഉണ്ടായാൽ ഈ വധുവും വരനും അവർക്ക് മാതാപിതാക്കളായി. അപ്പൊ ചുരുക്കത്തിൽ മാതാവ്, പിതാവ്, വധു, വരൻ, ആൺമക്കൾ, പെൺമക്കൾ എന്നീ 5 ഘടകങ്ങൾ. ഈ 5 ഘടകങ്ങൾ ഏതൊരു അണുകുടുംബത്തിലും ഉണ്ടായെന്നവരും അവരുടെ ഇടപെടലുകളും അവരുടെ ബാധ്യതകളും കടമയും കടപ്പാടുകളും ഇന്നത്തെ കാലത്ത് ഏറെ പ്രശ്നസങ്കീർണമായി നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് എന്ന് പറയേണ്ടതില്ല. പഴയ കാലത്തേക്കാളേറെ
ഇന്ന് ഈ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഴയ കാലത്തേക്കാൾ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. പട്ടിണിയും പരവട്ടവുമായി കഴിഞ്ഞുകൂടിയിരുന്ന താളും തവരയും തിന്ന് ജീവിക്കേണ്ടി വന്നിരുന്ന പഴമക്കാരായ ആളുകൾ അവരൊക്കെ ആ പട്ടിണിയിലും ക്ഷമിച്ചും സഹിച്ചും പുറത്തും കഴിഞ്ഞുകൂടാൻ തയ്യാറായിരുന്നുവെങ്കിൽ സുഭിക്ഷമായി ആഹരിക്കാനുള്ള സാമ്പത്തിക ശേഷി ഏത് വിധത്തിലും തന്റെ ഭാര്യയെ പറ്റാൻ, തന്റെ ഭർത്താവിനോട് സഹകരിക്കാൻ, തന്റെ മക്കളെ കൊണ്ടു നടക്കാൻ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകാൻ, അവരോട് കാണിക്കേണ്ട കടമകൾ നിർവഹിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ഇന്നുണ്ടോ. എന്നിട്ട് പോലും ആ മക്കളോട് കാണിക്കേണ്ട ബാധ്യത, തിരിച്ചു മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമ, വധുവിന്റെ ഭാര്യയോ വധുവിന്റെ ഭർത്താവിനോട്, ഭർത്താവിന്റെ വധുവിനോട് ചെയ്യേണ്ടുന്ന കടമകള് ഇത് നിർവഹിക്കാതെ ഇത് കാരണത്താൽ നരകാവകാശിയായി തീരുന്ന അവസ്ഥയിലാണ് പല കുടുംബവും നിലനിൽക്കുന്നത് എന്നതാ വസ്തുത. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമോ ദാമ്പത്യ ജീവിതത്തിന് ഏറെ മഹത്വമാണ് നൽകിയിട്ടുള്ളത്. ബ്രഹ്മചാര്യം സ്വീകരിച്ചു നീങ്ങാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നേയില്ല. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയട്ടെ, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക വജഅൽനാ ലക്കും അസ്വാജൻ വദുരിയ്യ. ഓ പ്രവാചകരെ, അങ്ങേക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലക്കും അസ്വാജൻ വദുരിയ്യ, അവർക്കൊക്കെ ഇണകളെയും മക്കളെയും നാം നൽകിയിട്ടുമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അല്ലാത്ത മുഴുവൻ പ്രവാചകരും വിവാഹിതരാ, അവരൊക്കെ ഭാര്യമാരും മക്കളുമുള്ളവരാ. ആഖിർ സമാനിൽ ഈസാ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാ. അദ്ദേഹം വിവാഹം കഴിച്ച് 40 വർഷക്കാലം ഇവിടെ ജീവിക്കുന്നതാ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാകും, മക്കളുണ്ടാകും. അദ്ദേഹം ഭൂലോകത്ത് വെച്ച് മരണപ്പെടുന്നതാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ മറമാടപ്പെടുന്നതാ. ആ റൗദയിലുള്ള ഒരു ഖബറിന് കൂടെയുള്ള സ്ഥലമല്ലേ അത് ഈസാ നബിക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട് വച്ചിരിക്കുകയാണെന്ന മഹാനായ ഈസാ നബി അല്ലാത്ത മുഴുവൻ പ്രവാചകന്മാരും 1,24,000 ഇവിടത്തേക്ക് വന്നുവെങ്കിലോ അവരൊക്കെ വിവാഹ ജീവിതം നയിച്ചവരാ. ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകിയിട്ടുള്ള മേഖലയുമാണ് വിവാഹ ജീവിതമെന്നത്. നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും വിവാഹ ചെലവിന് ആവതുള്ളവനാണ് എങ്കിലോ അവൻ വിവാഹം കഴിക്കട്ടെ എന്ന് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. മൻ തസവ്വജ, വല്ലവരും വിവാഹം കഴിച്ചാൽ ഫഖദ അഹ്റജ സുലുസൈദീനി, അവന്റെ ദീനുൽ ഇസ്ലാമിന്റെ 2/3 ഭാഗം അവൻ കാത്തു സംരക്ഷിച്ചിരിക്കുകയാ. വല്ലത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി, ഇനി ബാക്കിയുള്ള 3/1 ആ വിഷയത്തിൽ മറ്റ് കാര്യങ്ങളിലൂടെ നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്ത് കഴിഞ്ഞു കൂടണേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. 3/2 കാര്യം അവന്റെ ശ്രദ്ധ, അവൻ ആ 3/2 കാര്യത്തിന്റെ 3/2 കാര്യം അവന് നിറവേറ്റാൻ കഴിഞ്ഞോ, അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന് ഹബീബായ നിബിധങ്ങൾ പറഞ്ഞെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 100% അവൻ മുസ്ലിമാകണം, ദീനിയായ കാര്യം പൂർത്തീകരിച്ചവനാകണം. അതിൽ 3/2 ഭാഗം പൂർത്തീകരിക്കാനുള്ള വഴി അത് ദാമ്പത്യ ജീവിതമാണ്. ആ വധുവരന്മാർ തമ്മിലുള്ള ബാധ്യതകള്, അവർ തമ്മിലുള്ള ഇടപാടുകള്, അവർ തമ്മിലുള്ള കടമകൾ നിർവഹിക്കല്, അവർക്കുണ്ടാകുന്ന മക്കള്, ആ മക്കളെ തീറ്റിപ്പറ്റല്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം നൽകല്, അവരെ ദീനി അച്ചടക്കത്തോടു കൂടെ വളർത്തല് തുടങ്ങി പല കാര്യങ്ങളും നിർവഹിക്കുന്നതിനോടുകൂടെ ദീനുൽ ഇസ്ലാമിന്റെ 3/2 കാര്യം നേടിയെടുക്കാനുള്ള അവസരം ലഭിക്കുകയാ. ആ വിഷയത്തിലെങ്ങാനും അവന്റെ ബാധ്യത നിറവേറ്റാതെ പോയാലോ അവിടെയാണ് തിരിച്ചു നാം ആലോചിക്കേണ്ടത്. ദീനുൽ ഇസ്ലാമിന്റെ 3/2 കാര്യം അവൻ അലങ്കോലപ്പെടുത്തി, 3/2 ഭാഗം അവൻ അലങ്കോലപ്പെടുത്തി. ആ വിഷയത്തിൽ നാളെ റബ്ബിന്റെ മുന്നിൽ അവൻ കൈകെട്ട് മറുപടി പറയേണ്ടി വരുമെന്നല്ലേ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ വധൂവരന്മാര് അഥവാ വൈവാഹിക ജീവിതം നയിക്കുന്ന ഇണകള്, അവർക്കിടയിൽ ഉണ്ടാകേണ്ട ബാധ്യതകള്, ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകേണ്ട നെയ്യത്തോള് ഇതൊക്കെ നന്നാക്കി ആ ബാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരായി മാറണം. അപ്പോഴേ ഒരു യഥാർത്ഥ മുസ്ലിമായി മാറുകയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്ര തിരക്കുള്ള നേതാവ്, അത്രയധികം തിരക്കുള്ളൊരു നേതാവ് ലോകത്ത് വേറെയുണ്ടോ? പക്ഷേ തന്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു എന്നതാണ് വസ്തുത. ഇന്ന് കച്ചവടക്കാരാ, രാഷ്ട്രീയ നേതാക്കന്മാരാ, വേറെ ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതാ.
അതിനിടയിൽ തന്റെ വധുവിനെക്കുറിച്ച് ആലോചിക്കാൻ, തന്റെ മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ, തന്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പരിപാലിക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ സമയം കണ്ടെത്താത്ത ഒരുപാട് കുടുംബനാഥന്മാർ ഉണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെയൊക്കെ നേരം ചെലവാക്കേണ്ടി വരും, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാകാൻ ശ്രമിച്ച ചില സഹാബികളോട് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നതിന്റെ പ്രാധാന്യവും അതിൽ ലഭിക്കുന്ന പ്രതിഫലവും ഒക്കെ നബി തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ നബി തങ്ങളുടെ വീട്ടിലേക്ക് 3 ചെറുപ്പക്കാർ കയറി വരികയുണ്ടായി. മോനെ വിളിച്ചത് കുറച്ചൊന്ന് കൂട്ടമാനാട്ടെ സൗണ്ട്, മോനെ കുറച്ച് സൗണ്ട് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് 3 ചെറുപ്പക്കാർ കയറി. ആ സമയത്ത് നബി തങ്ങൾ അവിടെ ഇല്ല. തന്റെ പ്രിയപ്പെട്ട പത്നി ബീബി ആയിഷ റളിയല്ലാഹു അൻഹയാണുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് 3 യുവാക്കൾ ആരോഗ്യമുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഉമ്മുൽ മുഅ്മിനീൻ, നബി തങ്ങളുടെ ഒരു ദിവസത്തെ ജീവിതം 24 ഹവേഴ്സ് അതെങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, ഒരു ദിവസത്തിന്റെ ആവർത്തനമാണല്ലോ മറ്റ് ദിവസങ്ങൾ. ഈ ദിവസത്തിൽ എങ്ങനെയൊക്കെയാണ് നബി തങ്ങൾ 24 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയിരുന്നത് അതറിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതവും ആ രൂപത്തിൽ ക്രമീകരിക്കാം എന്ന പ്രതീക്ഷയുമായ അവർ വന്ന് ചോദിക്കുന്നത്. ആയിഷ ബീവി പറഞ്ഞു കൊടുത്തു, രാത്രിയെ 3 ഭാഗമാക്കലാണ് പതിവ്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. 3 ഭാഗമാക്കലാണ് പതിവ്. ഒരു ഭാഗം ഭാര്യമാർക്ക് വേണ്ടിയാ, ഒരു ഭാഗം നിസ്കരിക്കാനാ, ഒരു ഭാഗം കിടന്നുറങ്ങാനാ. പകലിൽ ചില ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കലുണ്ട്, ചില ദിവസങ്ങളിൽ നോമ്പൊഴിവാക്കാറുമാണ് പതിവ്. സുന്നത്തായ നോമ്പിനെ പറ്റിയാണ് പറയുന്നത്. സുന്നത്തായ നോമ്പിനെ പറ്റി റമളാൻ ചില ദിവസങ്ങളിൽ നോമ്പൊഴിവാക്കുമെന്നല്ല ഹദീസിൽ കാണാൻ കഴിയും. സുബഹി നിസ്കാരത്തിന്റെ ശേഷം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങി പോകുകയാണ് ദീനീരാവത്തിന് വേണ്ടി. പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ നടത്തി 10-11 മണിക്ക് വീട്ടിലേക്ക് കയറി വന്നിട്ട് വല്ലതും കഴിക്കാനുണ്ടോ? ആയിഷ ബീവി പറയുകയാണ്, പല സന്ദർഭങ്ങളിലും ഒന്നുമില്ല എന്നും മറുപടി പറയേണ്ടി വരാറുണ്ട്. ഒരു കാൽച്ചായ പോലും കുടിക്കാതെ, ഒരു ചുളക്കാരക്ക പോലും കഴിക്കാതെ ദീനീ പ്രവർത്തനങ്ങൾ നടത്തി സവാലിന്റെ മുമ്പായി, ഉച്ചക്ക് മുമ്പായി വീട്ടിലേക്ക് കയറി വന്നിട്ട് വല്ലതും തിന്നാനുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ലെന്ന് മറുപടി പറയുമ്പോ, എന്നാൽ ഇന്ന് ഞാൻ നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞ് നോമ്പ് നോൽക്കാറുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് മഹത്തുക്കളായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത്. സുന്നത്തായ നോമ്പനുഷ്ഠിക്കുന്നതിന് രാത്രി തന്നെ നെയ്യത്ത് വെക്കണം എന്നില്ല. ഒന്നുകിൽ രാത്രി നെയ്യത്ത് വെക്കാം, അല്ലെങ്കിൽ സവാലിന് മുമ്പായി ഉച്ചക്ക് മുമ്പായി നെയ്യത്ത് വെച്ചാൽ മതി. രാത്രി നോമ്പിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ നേരം വെളുത്ത ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. നോമ്പ് ആരംഭിക്കുന്നത് സുബീന്റെ ബാങ്ക് കൊടുക്കുന്നത് മുതലാ, അത് മുതൽക്ക് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും അവരിൽ വരരുത്. ഭക്ഷണം കഴിക്കാതെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കാത്തവനാണ് എങ്കിൽ ഉച്ചക്ക് മുമ്പായി നിയ്യത്ത് വെച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാമെന്ന ആ രൂപത്തിൽ ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ നോമ്പ് ഒഴിവാക്കാറുമുണ്ട്. നബിതങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോ 3 ചെറുപ്പക്കാരിൽപ്പെട്ട ഒരാൾ ഉടനെ തന്നെ സത്യം ചെയ്യുകയാ, അല്ലാ, ഒരു ചെറുദോഷം പോലും വന്നിട്ടില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയെ 3 ഭാഗമാക്കി അതിൽ ഒരു ഭാഗം നിസ്കരിക്കാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്താറ് എങ്കിൽ ഒരുപാട് ദോഷങ്ങളുമായി കഴിഞ്ഞു കൂടുന്ന എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? അതുകൊണ്ട് ഞാൻ ഉറങ്ങുകയില്ല. ഇന്നു മുതൽക്കൊരു രാത്രി പോലും കിടന്നുറങ്ങാറ് ഉറക്കമഴിച്ച് നിസ്കാരങ്ങളിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും മറ്റ് ദിക്റുകളിലും ദുആകളിലുമായി ഞാനങ്ങ് കഴിഞ്ഞുകൂടാൻ തീരുമാനിച്ചിരിക്കുകയാ എന്നും പറഞ്ഞ് അദ്ദേഹം സത്യം ചെയ്യുകയാ. രണ്ടാമത്തെ ആളുടെ സത്യമെന്താ? ഞാൻ കൊല്ലത്തോട് കൊല്ലം നോമ്പനുഷ്ഠിക്കുന്നതാ. ഒരു വർഷത്തിൽ നോമ്പ് നോക്കൽ ഹറാം നിഷിദ്ധമാക്കപ്പെട്ടത് 5 ദിവസങ്ങളിലാ. 2 പെരുന്നാൾ ദിവസങ്ങളാണ്. വലിയ പെരുന്നാളിന്റെ പിറകിലുള്ള 3 അയ്യാമുത്ത ശ്രീക. ഈ 5 ദിവസങ്ങളില്ലാത്ത സകല ദിവസങ്ങളിലും നോമ്പ് നോക്കൽ സാധ്യമാണെങ്കിൽ കുഴപ്പമില്ലെന്ന ആ രൂപത്തിലാണ് രണ്ടാമത്തെ ആള് സത്യം ചെയ്യുന്നത്. മൂന്നാമത്തെ ആളുടെ സത്യമെന്തെന്നറിയുമോ? ഞാൻ വിവാഹം കഴിക്കില്ല, പെണ്ണ് കെട്ടിയാൽ അവൾക്ക് വേണ്ടി അവൾ
ഞങ്ങളിലൂടെ ഉണ്ടാകുന്ന മക്കൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നത്. ആ സമയം കൂടി ഞാൻ ഖുർആനോത്തിനും മറ്റ് ആരാധനകൾക്കും വേണ്ടി നീക്കിവെക്കുകയാണെന്ന് മൂന്നാമത്തെ ആളുടെ സത്യമാണ്. ഈ മൂന്നാളുകളും 3 നിലയിൽ സത്യം ചെയ്ത് വീട് വിട്ടിറങ്ങിപ്പോവുക. ഏതാനും സമയം കഴിഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയേ, ഇവിടെ 3 ദീനി സ്പിരിറ്റുള്ള ആവേശമുള്ള ചെറുപ്പക്കാർ വന്നിരുന്നു. അവർ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ 3 പേരും ഇങ്ങനെ സത്യം ചെയ്തിട്ടാ പോയത്. ഇത് കേൾക്കുമ്പോൾ നബി തങ്ങൾ അതിയായി സന്തോഷിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ നൽകുന്നതാണ് എന്ന പ്രതീക്ഷയാ ആയിഷ ബീവിക്കുള്ളത്. പക്ഷേ നേരെ മറിച്ച നബി തങ്ങളുടെ കണ്ണും മുഖവും ചുവന്നു, ദേഷ്യപ്പെട്ടു. ആരാണ് ആയിഷ? 3 പേർ. ആരാണ് ആ 3 പേർ? ഇന്ന ആളുകളാണെന്ന് അറിഞ്ഞപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, ആ 3 പേരെയും നീ ഇങ്ങോട്ടെത്തിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു പോയി 3 പേരെയും നബി തങ്ങളുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവന്നു. കണ്ണും മുഖവും കണ്ടപ്പോ തന്നെ സുഖമില്ലാതെ മനസ്സിലായിരുന്നു. എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് 3 ആളുകൾക്കും ബോധ്യം. സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട മൻപഴയെ പോലെ വിറക്കുകയോ. ഹബീബായ നബി തങ്ങൾ അവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് അവർക്കൊരു തക്കീത് പറയുന്നത്. അനാ അത്ഖാകും മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളെക്കാളേറെ തഖ്വ ചെയ്യുന്നവൻ ഞാനാ. അനാ അത്ഖാകും മിൻകും, എന്നേക്കാളും വലിയ മൂല്യാൽ പാപ്പയാകാൻ നിങ്ങൾ നോക്കണ്ട. എന്റെ ജീവിതമാണ് നിങ്ങൾ പാഠമാക്കേണ്ടത്. ഞാൻ കുടുംബത്തിന്റെ നാഥനാണ്, ഞാൻ പെണ്ണുകെട്ടിയവനാണ്, മക്കളുള്ളവനാണ്, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവനാണ്, ഞാൻ കിടന്നുറങ്ങുന്നവനാണ്, ഉറക്കമൊഴിക്കുന്നവനാണ്, ഞാൻ പകലിൽ നോമ്പ് നോക്കുന്നവനാണ്, നോമ്പൊഴിവാക്കുന്നവനാണ്. ഈ മതത്തിൽ വക്രതയില്ല. ഇത് സോഫ്റ്റാണ്, ഇത് ഹാർഡല്ല കൂട്ടരെ. ഇത് ഏറ്റവും ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് നിങ്ങൾ അകത്തിർക്കാൻ പാടില്ല. ഇത് വളരെ വിശാലമായ എളിമത്വത്തിന്റെ മതമാണ്. ഒരു തടിക്കും ആപതുള്ളതല്ലാത്തത് ആ തടിയോട് അല്ലാഹു തആല നിർബന്ധിക്കുകയില്ല കേട്ടോ. എന്റെ ജീവിതമാണ് നിങ്ങൾ പാഠമാക്കേണ്ടത്. ഇന്നലെ നഫ്സിക്കാലേക്ക് ഹഖാ, നിന്റെ തടിയോട് നിനക്കൊരു ബാധ്യതയുണ്ട് കേട്ടോ. ആ ബാധ്യത നിറവേറ്റാൻ നീ കടമയുള്ളവനാ. ഒരു ദിവസം പോലും നോമ്പൊഴിവാക്കാതെ സകല ദിവസങ്ങളിലും നോമ്പനുഷ്ഠിച്ചാൽ അത് ശരീരത്തോടുള്ള ബാധ്യത നിറവേറ്റാതിരിക്കല. രാത്രി മുഴുവനും ഉറക്കമഴിച്ച് ഇബാദത്തിനായി കഴിഞ്ഞുകൂടിയാൽ അത് ശരീരത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ല. നിങ്ങൾ ചെയ്ത സത്യത്തിൽ നിന്നും പിന്തിരിയേണ്ടതാ. വഇന്നലി നഫ്സികാലൈക ഹഖാ വഇന്നലി സൗജതികാലൈക ഹഖാ, നിന്റെ ഇണയോടൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റേണ്ട അവരെ നിറവേറ്റിയാൽ നിനക്ക് തക്കതായ പ്രതിഫലമാണ് ലഭിക്കുക. ആ രൂപത്തിലാണ് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. വളരെ ഗൗരവമായ രൂപത്തിൽ, വളരെ ടൈറ്റായ രൂപത്തിൽ നിങ്ങൾ ഇതിനെ കാണരുത് എന്നും പറഞ്ഞോ. ആ 3 പേരെയും അവരെടുത്ത സത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് അവരെ മടക്കിവിട്ട അനുഭവം സഹീഹ് ബുഖാരി മുസ്ലിമിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ എന്റെ പൊന്നുമുഅ്മിനീങ്ങളെ, ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് ഇസ്ലാമിന്റെ നിലപാടുള്ളത്. കുടുംബജീവിതത്തിന്, ദാമ്പത്യ ജീവിതത്തിന് ഏറെ പ്രോത്സാഹനം നൽകുന്ന മതമാണ് ഇസ്ലാം. അന്നിക്കാഹു മിൻ സുന്നത്തി, വിവാഹം എന്നത് എന്റെ ചര്യ. ഫമൻ റഗിബാനി ഫഖദ റഗിബാനി ഫമൻ റഗിബാനി ഫമൻ റഗിബാനി, വിശുദ്ധമായ ഹദീസിൽ പറയുക, ഫമൻ റഗിബാൻ സുന്നത്തി, വിവാഹം എന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാ. ഫമൻ റഗിബാൻ സുന്നത്തി, എന്റെ ആ ചര്യയെ വല്ലവനും അവഗണിച്ചാൽ ഫഖദ റഗിബാനി, അവൻ എന്നെ തന്നെ അവഗണിച്ചവനാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ. മാത്രമല്ല, സഹാബികളിൽ നിന്ന് സാമ്പത്തികമായ ശേഷി കുറഞ്ഞ ആളുകള്, അവന് മഹർ കൊടുക്കാൻ കഴിയില്ല. ഒരു ഭാര്യ ഉണ്ടായാൽ അവൾ തീറ്റിപ്പോറ്റാൻ സാധ്യമല്ല. അത്തരം പാവങ്ങളായ ആളുകളെ കണ്ടാൽ അവർക്ക് വേണ്ടി വൈവാഹിക ജീവിതത്തിന് സൗകര്യമൊരുക്കി കൊടുക്കാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി അതിന് പിരിവ് നടത്താറുണ്ടായിരുന്നു. വിവാഹത്തിന് വേണ്ടി ഇറങ്ങുമ്പോ പുരുഷന്മാർക്കാണ് പിരിവിന്റെ ആവശ്യം വരുന്നത്. സ്ത്രീകൾക്ക് എന്ത് പിരിവ? സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടാൻ എന്ത്
ബുദ്ധിമുട്ടാ. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത് ഫലാ തഅ്ലുഹുന്ന അൻ യൻകിഹന അസ്വാജഹുന്ന ഫലാ തഅ്ലുഹുന്ന അൻ യൻകിഹന അസ്വാജഹുന്ന. ഓ രക്ഷിതാക്കളെ, നിങ്ങളുടെ കീഴിൽ കഴിഞ്ഞു കൂടുന്ന ഉത്തരവാദിത്വത്തിലുള്ള നിങ്ങളുടെ മക്കളില്ലേ, നിങ്ങളുടെ കീഴിലുള്ള മൗലിയത്തുകളില്ലേ, അവരെ വിവാഹം ചെയ്തയക്കലിന് നിങ്ങൾ തടസ്സം നിന്നേക്കരുത് കേട്ടോ. അവരെ വിവാഹം ചെയ്തേക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുകയും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും വിവാഹം ചെയ്തേക്കാൻ നിങ്ങൾ ധൃതി കാണിക്കുകയും ചെയ്യണേ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ അതിന് തടസ്സം നിൽക്കരുത്, അതിനു വേണ്ടി മുൻകൈ എടുക്കുകയാണ് വേണ്ടത്. അത്രമല്ല നിബിധങ്ങൾ ഒരിക്കൽ പറയുകയാ ലാ അജലത ഇല്ലാ ഫീ ഖംസത്തി മബാദിയ. ഒരു കാര്യത്തിലും ധൃതി പാടില്ല. ധൃതിയില്ലാതെ വളരെ സമാധാനത്തോടുകൂടെ 100 വട്ടം ആലോചിച്ച് മുശാവറ ചെയ്ത് വീണ്ടും ചർച്ച ചെയ്ത് അതിന്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിച്ച് എന്നിട്ട് ഒരു കാര്യത്തിലേക്ക് തീരുമാനമെടുക്കാൻ പാടുള്ളൂ. താൻ താമസിക്കുന്ന തന്റെ വീടും പറമ്പും വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്ന് സങ്കല്പിക്കുക. പെട്ടെന്നങ്ങ് വിൽപ്പന നടത്തിയേക്കണ്ട. നീ മുശാവറ ചെയ്യണോ, ആ വിഷയത്തിൽ നീ ധൃതി കാണിക്കണ്ട. ഈ നാട്ടിലുള്ള വീടും പറമ്പും വിറ്റ് മറ്റൊരു നാട്ടിലേക്ക് നീ മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ വരുന്ന വരുംവരായികളെ കുറിച്ച് നീ ആലോചിച്ചോ. ഏതേത് കാര്യങ്ങളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാ. പക്ഷെ ഇല്ലാ ഫീ ഖംസത്തി മവാദിയ, 5 സന്ദർഭങ്ങൾ വരിക. 5 സന്ദർഭങ്ങളിൽ അജലത്ത് വേണം കേട്ടോ. അവിടെ ധൃതി കാണിക്കണം കേട്ടോ. പെടുന്നനെ എന്ന രൂപത്തിലാക്കണം കേട്ടോ. 5 കാര്യങ്ങളിൽപ്പെട്ട ഒന്നേറെന്നറിയുമോ ഫീ തസ്വീജിൽ ബനാത്തി ഇദാ ബലഗന. തന്റെ പെൺമക്കൾ പ്രായപൂർത്തിയായാൽ അവരെ വിവാഹം ചെയ്തയക്കുന്ന കാര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. അത് വീട് മുകളിലേക്ക് എടുക്കട്ടെ എന്ന് വിചാരിക്കണ്ട. എന്റെ മകൻ ഗൾഫിൽ നിന്ന് വരട്ടെ എന്ന് തീരുമാനിക്കണ്ട. എന്റെ കുട്ടിയുടെ ഇന്നാലെന്ന ഡിഗ്രിയും പിജിയും തീരട്ടെ എന്ന് തീരുമാനിക്കണ്ട. വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് നീ ഇറങ്ങണേ എന്നാണ് നിബിധങ്ങൾ പറയുന്നത്. കാരണം എന്താ, ഒരു മനുഷ്യന്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം എപ്പോഴാ അവൻ പ്രായപൂർത്തിയാകുന്നതിലൂടെയാണല്ലോ ആവശ്യം വരുന്നത്. ആ സന്ദർഭങ്ങളിൽ തന്നെ വൈവാഹിക ജീവിതത്തിലേക്ക് അവരെ ഇറക്കണമേ, അതിനുള്ള അവസരം നിങ്ങൾ നൽകണമേ എന്നാണ് ശരീഅത്തുൽ ഇസ്ലാം പറയുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞത് വൈവാഹിക ജീവിതം എന്നത് വളരെ പുണ്യമുള്ളതാ. ഇസ്ലാമിൽ പുണ്യമാക്കപ്പെട്ടൊരു ആരാധനയാണ്. പക്ഷേ അത് വലിയ മഹത്വമായ ഒരു കർമ്മമാണ്. കാര്യം സിമ്പിളാണ്, നിസ്സാരമായ വിഷയമാണ്. വധുവും വരനും കണ്ട് ഇഷ്ടപ്പെട്ടതിന്റെ ശേഷം വധുവിന്റെ രക്ഷിതാവും വരനും തമ്മിൽ നടത്തുന്ന ഭദ്രമായൊരു ഉടമ്പടിയാണ്, ഒരു കരാറാണ് വിവാഹമെന്നത്. ആദ്യമേ വധുവും വരനും എന്ന് കണ്ടിഷ്ടപ്പെടുക എന്നത് ഇസ്ലാമിൽ പുണ്യമാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം എന്താ, കൂടിയാൽ പിന്നെ കോടരുത്. ജീവിതാവസാനം വരെ ഇണത്തുണകളായി കഴിഞ്ഞുകൂടേണ്ടവരാ. അതിനാൽ ആദ്യമേ ഒന്ന് കണ്ടിഷ്ടപ്പെട്ടിട്ടാ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇസ്ലാം പ്രേമവിവാഹമാണ് വിഭാവനം ചെയ്യുന്നത്. എന്റെ ഈ വാക്ക് കേട്ട് മാത്രം ചെറുപ്പക്കാർ എണീറ്റ് പോകരുതേ. ഞാൻ പറയുന്ന പ്രേമവിവാഹം എന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ, അതും കൂടി കേൾക്കാം. ഇന്നലെ പക്ഷെ പ്രേമവിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമേ ഇടപഴകലും ബന്ധപ്പെടലും ഒക്കെ കഴിഞ്ഞ് തന്റെ വിവാഹത്തിന് ഒരുപക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന കുട്ടി സാക്ഷിയാകുന്ന അവസ്ഥയിലാകും. നഊദു ബില്ലാഹ്, അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല. മറിച്ച് വിവാഹത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന വധൂവരന്മാർ ആ മേഖലയിൽ കടക്കുന്നതിന് മുമ്പ്, ആ ഇടപാട് അഖദ്, ആ ഉടമ്പടി നടത്തുന്നതിന് മുമ്പ് അവർ പരസ്പരം കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തവും ഇഷ്ടവും സ്നേഹവുമാണോ എന്ന് ഉറപ്പുവരുത്തി അങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. ഇതല്ലേ പ്രേമം. ബഹുമാനപ്പെട്ട മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു നിബിതങ്ങളുടെ ഹദറത്തിൽ വന്നൊരിക്കൽ പറയുകയുണ്ടായി, നബിയെ, ഞാനൊരു അൻസാരി പെണ്ണിനെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിബിതങ്ങളോട് ചോദിച്ചു, നഗർത്തയിലേഖാനെ അവളെ കണ്ടിട്ടുണ്ടോ? ഇല്ലാ യാ റസൂലല്ലാഹ്, കണ്ടിട്ടില്ല നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ഫൻദുറിലൈഹാ, നീ അവളെ പോയെന്ന് കണ്ടാളാ. ഫഇന്നഹു അഹറാ അൻ യൂദമ ബൈനകുമാ, അത് നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകാൻ നിമിത്തമാണ് എന്ന് ഖല റസൂലുള്ളാഹി. വസുന്ന നദറു കുല്ലിൻ മിൻഹുമാ അൽ-ആഖറ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹത്തുക്കളായ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്റെ ഫിഖഹി ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി, വസുന്ന നദറു കുല്ലിൻ മിൻഹുമാ അൽ-ആഖറ. വധുവരന്മാരിൽപ്പെട്ട ഓരോരുത്തരും മറ്റേ ആളെ കാണൽ സുന്നത്താ.
പെണ്ണ് കാണാൻ പോവുക എന്നാ പറയല്. സത്യത്തിൽ ആണ് കാണാൻ വരിക എന്നൊരവസ്ഥയും അവിടെ ഉണ്ട്. പുരുഷന്റെ ഭാര്യയെ അങ്ങോട്ട് വധുവിനെ കാണൽ അങ്ങോട്ട് സുന്നത്തായതുപോലെ ഇങ്ങോട്ടും കാണൽ അവൾക്ക് സുന്നത്താ. എന്തിനാ ഈ സുന്നത്താക്കപ്പെട്ടത്? ഒരു അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ എത്ര അകലം പാലിക്കണമെന്ന ശറഈന്റെ നിയമം. അവളുടെ ശരീരം ആസകലം മറയപ്പെടണം. അവളുടെ മുങ്കയും മുഖവും അടക്കം ഏതേത് ഭാഗങ്ങളും മറയപ്പെടണം. അന്യപുരുഷന്റെ മുന്നിൽ വെളിവാക്കാൻ പാടില്ല. ഒരന്യ സ്ത്രീ ഒരന്യപുരുഷന്റെ മുന്നിൽ പൂർണ്ണമായും ഔറത്താണ് എന്ന്. എന്തിനേറെ അവിടെ തലയെ വാരുന്ന അവസരത്തിൽ അവളുടെ ചെറുപ്പമേൽ പറ്റിപ്പിടിച്ചു പോരുന്ന മുടികളില്ലേ, അവൾ കയ്യിന്റെയും കയ്യിന്റെയും കാലിന്റെയും ഒക്കെ മുറിച്ചിടപ്പെടുന്ന നഖമില്ലേ, അതുപോലും അന്യപുരുഷന്മാര് കാണണ്ട. അത് വെട്ടിയെടുത്ത ഉടനെ മണ്ണിലൊരു കുഴിയുണ്ടാക്കി അതിൽ മൂടിക്കാള എന്ന ശരീഅത്തുൽ ഇസ്ലാം പറയുന്നത്. ഇതിനു മാത്രം അകന്ന് കഴിഞ്ഞു കൂടണമെന്ന് ശരീഅത്തുൽ ഇസ്ലാമാണ് പറയുന്നത്. അന്നദർ സൗമൻ മിൻ സിയാബി ഇബ്ലീസ്, അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള നോട്ടമുണ്ടല്ലോ, അത് ഇബ്ലീസിന്റെ അമ്പയിൽപ്പെട്ട അമ്പ. ആ നോട്ടം കൊണ്ടാണ് ആരംഭിക്കുന്നത്, പിന്നീട് സംസാരത്തിലേക്കാണ് എത്തുന്നത്, പിന്നീട് അവിഹിത ബന്ധത്തിലേക്കാണ് കലാശിക്കുന്നത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായ അരുതായ്മകളിലേക്ക് എത്തിച്ചേരുമെന്നതിനാൽ തൊടലും നോട്ടവും തന്നെ പാടില്ല എന്ന് ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞിരിക്കുകയാ. പക്ഷെ വൈവാഹിക ജീവിതത്തിന് തീരുമാനിച്ചുറത്ത ഒരുത്തിയാണെങ്കിൽ അവൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ പോയി ഒന്ന് കാണൽ സുന്നത്താ. പക്ഷെ 2 നിബന്ധന ഉണ്ട്. ഇത് ശരീഅത്തുൽ ഇസ്ലാമിലെ നിയമം മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഒന്ന്, ഇവൻ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചുറക്കണം, അസ്മ വേണം. രണ്ടാമത്, താൻ കാണാൻ പോകുന്ന പെണ്ണ് തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷ വേണം. കിട്ടുമെന്ന് ഉറപ്പുണ്ടായിക്കോളന്നില്ല, കിട്ടിക്കോളന്നില്ലല്ലോ. അവൾക്ക് ഇവനെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കിട്ടാതെ പോകുമല്ലോ. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷ വേണം. അവൻ പാണക്കാട്ടേക്ക് ബസ് ചെയ്ത്, എന്തേടോ ഒന്നില്ല, തങ്ങൾ പാപ്പാന്റെ മോളെന്ന് കണ്ടാ തർക്കടില്ല, വിവാഹാലോചനയുമായി പോവുക. എവിടെ? ഇവന് തറവാട്ടത് ഒന്നിച്ച് മെൻകട്ട തങ്ങൾ പാപ്പാന്റെ മോളെ ഇവന് വധുവായി കിട്ടൂല. കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷ വേണം, തനിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ വേണം. രണ്ടാമത്, വിവാഹത്തിന് അവൻ തീരുമാനിച്ചുറക്കുകയും വേണം. അങ്ങനത്തെ ഇവൻ അവളെ പോയി മുഖവും മുങ്കയും കാണൽ സുന്നത്ത. കാണാവുന്നതാണ് എന്നല്ല, കാണൽ സുന്ന. കണ്ടതിന്റെ ശേഷം അത് പറ്റില്ല എന്നാണോ അവന്റെ തീരുമാനം? ഒരു കുഴപ്പമില്ല, വേണ്ടെന്നൊക്കെ. ഇപ്പൊ കണ്ടതോ ഒരു അന്യ പെണ്ണിനല്ലേ കണ്ടത്, തൊടാൻ പാടില്ലേ? കാണാം. ആ കണ്ടതോ ആ കാണൽ തന്നെ നിഷിദ്ധമായിരുന്നല്ലോ, ഹറാമായിരുന്നല്ലോ. തൊട്ടടുത്ത് നിന്നുള്ള ആ കാഴ്ച തന്നെ പാടില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഈ കണ്ടതോ അത് സുന്നത്താ. കണ്ടു നോക്കുമ്പോൾ തന്നോട് യോജിക്കുന്ന ഒരു ജമാൽ, ഒരു സൗന്ദര്യം ഇല്ലെന്നതിനാൽ അവളെ വേണ്ടെന്നായി ഇവന്റെ തീരുമാനം. വേണ്ടെന്ന് വെക്കാം. ഇപ്പൊ കണ്ടതിന് വല്ല ശിക്ഷയുണ്ടോ? ഇല്ല. അവന്റെ അക്കൗണ്ടിൽ സുന്നത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുമെന്ന് വഅലമു ഉമ്മത്ത് മുഹമ്മദ്. അവന്റെ അക്കൗണ്ടിൽ സുന്നത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുകയാണ്. കാരണം ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ടുപോയി കണ്ടതാ. വാരൊരുത്തിയെക്കുറിച്ച് പറയപ്പെട്ടു, അവളെയും പോയി കണ്ടു, പറ്റില്ല, എന്നാൽ വേണ്ടെന്ന് വെക്കാം. അതിലും ഒരു സുന്നത്തിന്റെ പ്രതിഫലം അവന്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. വേറെ ഒരുത്തിയെ കണ്ടു, അങ്ങനെ 10, 15, 20 കണ്ട് 21ാമത്തേതാണ് അവന്റെ കണ്ണിൽ ഇഷ്ടപ്പെട്ടതായി കണ്ടതോ, അവളെയാണ് അവൻ വിവാഹം ചെയ്യുന്നത്. എന്നാൽ 20 ആളെ കണ്ടതും ഒരു സുന്നത്തായ കർമ്മമായിട്ടാണ് ശരീഅത്തുൽ ഇസ്ലാം കാണുന്നതോ, അതേപോലെ അവൾക്ക് ഇങ്ങോട്ടും കാണൽ അനുവദനീയമാണെന്ന് മാത്രമല്ല സുന്നത്താണ്. ഇങ്ങോട്ട് കാണാൻ ഒന്നും കൂടി ലൂസ് അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്നാ. അതൊക്കെ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുന്തിയെടുത്താവും. അല്ലാഹുവേ, പുരുഷന് അങ്ങോട്ട് കാണൽ മുഖവും മുങ്കയും മാത്രമേ പാടുള്ളൂ എങ്കിൽ അവൾക്ക് ഇങ്ങോട്ടേ മാബൈന സുറത്ത് റുക്ബത്ത് മുട്ടുമുക്കളുടെ ഇടയിലുള്ളതല്ലാത്തതൊക്കെ കാണാനാ. ഇവങ്ങനെ അങ്ങോട്ടിരിഞ്ഞ ആ കൈന്റെ ആ ഉള്ളിനടി കാട്ടിയ ആ പൊറടി കാട്ടിയ എന്റെ കവിളും ഒന്ന് തിരിച്ചു കാട്ടി തന്ന എന്നൊക്കെ പറയുമ്പോ ഓള് പഠിച്ചോളാണെങ്കിൽ ആടാ പറഞ്ഞോ, ചോദിച്ചോ, എന്റെ ഊഴം വരട്ടെ, അപ്പൊ ഞാൻ കാട്ടിത്തരാ. ഒക്കെ കണ്ടില്ലേ? ആ ഇഷ്ടപ്പെട്ടില്ലേ? അതെ, എനിക്ക് ഓക്കെയാണ്. എന്നാല് നിങ്ങളെ കാണട്ടെ, മുഖം കെട്ടി വെച്ചാട്ടെ, ആ ഷർട്ടിന് കഴിച്ചാട്ടെ, ആ ഷർട്ടിന് കഴിച്ചാട്ടേന്നോ. ഞാൻ എന്റെ ബ്ലൗസ് കഴിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. അതെ, എന്റെ മുഖവും മുങ്കയും മാത്രമേ നിങ്ങൾക്ക് കാണൽ അനുവദനീയമുള്ളൂ എങ്കിൽ നിങ്ങളിൽ നിന്ന് മാബൈന സുറത്തി വറുക്ബതി മുട്ടുമുക്കളുടെ ഇടയിലുള്ള സ്ഥലം അത് നിസ്കാരത്തിൽ ഔറത്ത.
അതല്ലാത്ത മുഴുവൻ ഭാഗങ്ങളും കാണൽ എനിക്ക് അനുവദനീയമാണ്. ഷർട്ട് കഴിച്ച് ബനിയൻ കഴിച്ച് മുട്ടിന്റെ താഴെയുള്ള ഭാഗവും കണ്ട് അതൊക്കെ കണ്ടിട്ടും അവൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവനെ എനിക്ക് വേണ്ടെന്ന് പറയാൻ ആ ഒരു തീരുമാനമെടുക്കാൻ ഒരു സ്ത്രീക്ക് അല്ലാഹു തആല അവകാശം നൽകുന്നുണ്ടോ? ഒരു സ്ത്രീക്ക് അല്ലാഹു തആല അവകാശം നൽകുന്നുണ്ടോ? വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ തന്റെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു അണ്ടനെയോ അടയാടിനെയോ കൊണ്ടുവന്നേൽപ്പിക്കുമ്പോ അതങ്ങ് അംഗീകരിക്കണമെന്ന് ശരീഅത്ത് പറയുന്നില്ല. ഈ വരനുമായി ഒരു മണിയറയിൽ കഴിഞ്ഞുകൂടേണ്ടതോ കെട്ടിപ്പിടിച്ച് ഒപ്പം കഴിഞ്ഞുകൂടേണ്ടത് ഞാനാ. അവന്റെ ശരീരം എനിക്ക് അറപ്പാണ്, വെള്ളപ്പാണ്ട് പിടിച്ചവനാണ്, കുഷ്ഠരോഗം പിടിച്ചവനാണ്, ചൊറി പിടിച്ചവനാണ്, സൗന്ദര്യമില്ലാത്ത ഭാഗങ്ങളാണ്. ആ ഭാഗം എനിക്ക് കാണാനേ കഴിയാത്ത അവസ്ഥയാണ്. എന്നിട്ടല്ലേ അവനുമായി ഒട്ടിച്ചേർന്ന് കിടന്ന് കഴിഞ്ഞുകൂടല്. എനിക്കത് വേണ്ടപ്പാ എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം അവൾക്ക് ഉണ്ട് എന്ന് ശരീഅത്തുൽ ഇസ്ലാമാണ് പറയുന്നത്. ഇതല്ലേ കൂട്ടരെ പ്രേമമെന്നത്? ഇതല്ലേ കൂട്ടരെ സ്നേഹമെന്നത്? ഇത് വിവാഹത്തിന്റെ മുമ്പേ ചെയ്യൽ സുന്നത്തുള്ളതാ. കാരണം എന്താ? വിവാഹമെന്ന് പറഞ്ഞാൽ അത്രയും ഭദ്രമായി നിലനിൽക്കുന്ന ഒരു മേഖലയാകണം. ഇന്ന അബ്ഗദൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ്. അല്ലാഹു തആല അനുവദിച്ച കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമുണ്ടല്ലോ, അത് അത്തലാഖ്, വിവാഹമോചനമാണ്. ആദ്യമേയാണ് അന്വേഷണം നടത്തേണ്ടത്, ആദ്യമേയാണ് കണ്ടു ഉറപ്പുവരുത്തേണ്ടത്, ആദ്യമാണ് കാര്യങ്ങളൊക്കെയും ആലോചന നടത്തേണ്ടത്. എന്നിട്ട് അവസാന ഘട്ടത്തിലാണ് വിവാഹം നടത്തേണ്ടത്. വിവാഹം നടത്തിയാൽ പിന്നെ ജീവിതാവസാനം വരെയുള്ള പങ്കാളികളായി കൊണ്ട് നടത്തേണ്ടതാ. ആ ജീവിതാവസാനം വരെ മാത്രമല്ല, നാളെ മഹ്ശറ ലോകത്ത് പുനർജന്മം ചെയ്ത് ഹാജരാക്കപ്പെട്ട അവർ രണ്ടുപേരും സ്വർഗത്തിലേക്കാണ് എങ്കിൽ അവർ രണ്ടുപേരും സ്വർഗത്തിൽ ഇണതുണകളായി കഴിഞ്ഞുകൂടുന്നവരാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ചില പെണ്ണുങ്ങൾക്ക് ബേജാറുണ്ടാവും, പന്നാരസ്താദെ അയാളെ കൊണ്ട് ദുന്യാവിൽ ഞാൻ തോറ്റു, ആ പടച്ചോനെ ഇനി സ്വർഗത്തിലെത്തിയാലും ആ സാധനം തന്നെ ആയിരിക്കും എനിക്കുണ്ടാകുക. എന്നേക്ക് ബേജാറൊന്നും വേണ്ട. ആ സ്വർഗത്തിലേക്ക് കയറ്റുന്ന നേരത്ത് യാതൊരുവിധ വൈകല്യങ്ങളും ഒരു ദുസ്വഭാവങ്ങളും ആ ആളുകൾക്കുണ്ടാവുകയില്ല. എല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാ. അവിടെയുള്ള ഹൂറിലീങ്ങളെക്കാളേറെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഹൂറിലീങ്ങളുണ്ട്. അത് സ്വർഗത്തിൽ മാത്രം സൃഷ്ടിക്കപ്പെട്ട പ്രത്യേകം തരുണീമണികളാണ്. ആ സുന്ദരികളായ തരുണീമണികളെക്കാളേറെ ഒരു സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ട പുരുഷന് ഏറ്റവും നല്ല ഇമ്പം തോന്നുന്നത്, താല്പര്യം തോന്നുന്നത് ദുനിയാവിൽ നിന്ന് അങ്ങോട്ട് എത്തിപ്പെട്ട സ്ത്രീകളോടാണ് എന്ന് ഹദീസിലുണ്ട്. അവിടെയും വധുവരന്മാരായി കഴിഞ്ഞുകൂടേണ്ടവരാ. അതിനാൽ നല്ലവണ്ണം ആലോചിച്ചു, നല്ലവണ്ണം മനസ്സിലാക്കി, അതിന്റെ വരുംവരായികളെക്കുറിച്ച് ചിന്തിച്ചു അങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ പൊന്നുമുഅ്മിനീങ്ങളെ, ഏതേത് വിഷയങ്ങളിലുള്ളതുപോലെ ഇവിടെയും പ്രത്യേകം നല്ല നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന നമ്മൾ പറഞ്ഞല്ലോ, പ്രവാചകരുടെ ചര്യയാണ്, ഇസ്ലാമിൽ ഒരു ആരാധനയാണ്, ഇസ്ലാമിൽ പുണ്യമാക്കപ്പെട്ട വലിയൊരു കർമ്മമാണ്. ആ കർമ്മത്തിലേക്ക് നാം ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് നന്നാക്കണം. ഏത് കാര്യവും പൂർണ്ണമാകുന്നത്, അത് പരിപൂർണമായി അല്ലാഹ് സ്വീകരിക്കുന്ന അവസ്ഥയിലാകുന്നത് ബിന്നിയാത്തി, മനസ്സിലുള്ള നിയ്യത്തുകൾക്കനുസരിച്ച. അല്ലാമാ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മിൻഹാജുൽ ആബിദീൻ എന്ന കിതാബിൽ പറയുകയാണ്, ആ മേഖലയിലേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ 3 നിയ്യത്ത് ഒരാൾക്കുണ്ടാകേണ്ടതാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും 3 നിയ്യത്ത് ഉണ്ടാകേണ്ടതാ. ഒന്ന് ഇബ്ഖാഉൻ നസ്ലി, ഈ മനുഷ്യവംശത്തെ നിലനിർത്തുക എന്നത്. വിഭാഗങ്ങൾ പറയുകയാണ്, തനാക്കഹുൽ വദൂദൽ വദൂദ്, തനാക്കഹു നിങ്ങൾ വിവാഹം ചെയ്യുവിൻ അൽ വദൂദ, അധികമായി പ്രസവിക്കുന്ന സ്ത്രീകളെ, അൽ വദൂദ ഭർത്താവിനോട് ഇങ്ങോട്ട് അതിരറ്റ സ്നേഹം വെച്ച് പുലർത്തുന്ന സ്ത്രീകളെ. കാരണം എന്താ? ഫൈനി ഉപാഹിബിക്കുമല്ലോ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ മറ്റു ആളുകളുടെ മുന്നിൽ എന്റെ സമൂഹമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് കാട്ടിക്കൊടുത്ത് എനിക്ക് അഭിമാനിക്കാൻ വകയുണ്ടാകുന്നതാ. അതിനാൽ നിങ്ങൾ അധികമായി മക്കളെ ഉണ്ടാക്കുകയും അധികമായി പ്രസവിക്കുന്ന സ്നേഹിക്കുന്ന സ്ത്രീകളെ നോക്കി നിങ്ങൾ വിവാഹം കൊടുക്കുക. വിഭാഗങ്ങളുടെ നിർദ്ദേശമാണ്. ഈ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിൽ ഞാനും ഒരു പങ്കാളിയാകട്ടെ. വിഭാഗങ്ങളുടെ നിർദ്ദേശമല്ല, അത് പാലിക്കുന്നവരില് ഞാനും ഒരു അംഗമാകട്ടെ എന്നൊരു ചിന്ത, എന്നൊരു നിയ്യത്ത് ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന ആണുപെണ്ണിന്റെ മനസ്സിലുണ്ടാകണം. അത് നിയ്യത്തിൽപ്പെട്ട ഒന്ന്. രണ്ടാമത്തേത് ഹലാലായ വഴിയിലൂടെ വികാരത്തെ ശമിപ്പിക്കുക എന്നതാ. ഹലാലായ വഴിയിലൂടെ വൈകാരിക ചിന്തക്ക് ശമനം
ശമനം കണ്ടെത്തുക എന്നത് മനുഷ്യർക്ക് പ്രകൃതിപരമായി അല്ലാഹു തആല വൈകാരികമായ ചിന്ത നൽകിയിട്ടുണ്ട്. ആ വൈകാരികമായ ചിന്ത ഉപയോഗപ്പെടുത്തലല്ലേ പ്രകൃതിമതം നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യർക്ക് വെള്ളം കുടിക്കേണ്ടി വന്നാൽ അവൻ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കേണ്ടതുപോലെ, അവൻ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കേണ്ടതുപോലെ, അവൻ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ആവശ്യമുള്ളവനാകുമ്പോൾ അത് ഒഴിവാക്കേണ്ടതുപോലെ, വൈകാരികമായ ചിന്ത ഉണ്ടാകുമ്പോൾ അതിന് ശമനം കണ്ടെത്തുക എന്നതല്ലേ നീതി, അതല്ലേ പ്രകൃതിപരം. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലൂടെ അതിനുള്ള വഴി കണ്ടെത്തണമെന്നാണ് ശർഅ് പറയുന്നത്. എന്നല്ലാതെ വൈകാരികമായ ചിന്ത ജഗനിയന്താവായ അല്ലാഹു ഒരുത്തന് നൽകിയെങ്കിൽ അത് ഉപയോഗപ്പെടുത്താതെ ബ്രഹ്മാചാര്യം സ്വീകരിക്കണമെന്ന നിയമമുണ്ടല്ലോ. ആ നിയമം എങ്ങനെ അല്ലാഹു പറയുമോ? പടച്ചോനെ, നീ തന്ന വൈകാരിക ചിന്തയല്ലേ, അത് ഒതുക്കിക്കൊണ്ട് നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞുകൂടണമെന്നോ? അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരം നിങ്ങൾക്ക് നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വികാരം നൽകുന്നത് എന്ന് തിരിച്ചൊരു ചോദ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, ആ വൈകാരികമായ ചിന്തയിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷെ അത് ഏതെങ്കിലും രൂപത്തിൽ നാക്കാലികളെ പോലെ ചെയ്തുകൂടാ, അത് ദുരുപയോഗപ്പെടുത്തിക്കൂടാ. അതിന് ശരിയായ ഒരു കൃത്യമായ മാർഗമുണ്ട്. ആ മാർഗമാണ് വൈവാഹിക ജീവിതമെന്നത് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, തന്റെ ജീവിതത്തിൽ പാഠമായി നമുക്ക് പകർത്തിത്തന്ന വിഷയം കൂടിയാണത്. അതിനാൽ ഹലാലായ വഴിയിലൂടെ വികാരത്തെ ശമിപ്പിക്കുക എന്നതാ. മൂന്നാമത്തേത് തലബ് തബറുക്കി ബിൽ വലദി സാലിഹി. തലബ് തബറുക്കി ബിൽ വലദി സാലിഹി. ഈ വൈവാഹിക ജീവിതത്തിലൂടെ എനിക്ക് സാലിഹീങ്ങളായ മക്കളുണ്ടാകണം, ആ മക്കൾ മുഖേന എനിക്ക് ദുആ ലഭിക്കണം, അവരെ കൊണ്ട് ഗുണം നാളെ ആഖിറത്തിലേക്ക് ലഭിക്കണം എന്ന ചിന്തയാണ് കേട്ടോ എന്റെ പൊന്ന സഹോദര സഹോദരിമാരെ. ഒരു സുഖജീവിതം എന്നതിലപ്പുറമുള്ള ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വൈകാരികമായ ശമനം, ആ ശമനം കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, ആ ആനന്ദത്തിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിലെ നാം വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്, മറിച്ച് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ അല്ലമാ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാ, തലബു തബറുക്കി ബിദുആഇൽ വലദി സാലിഹി. തലബു തബറുക്കി ബിദുആഇൽ വലദി സാലിഹി. സാലിഹീങ്ങളായ മക്കളുടെ ദുആ കൊണ്ട് ഗുണം കിട്ടണമെന്ന പ്രതീക്ഷ വേണം. ഹബീബായ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇദാ മത്തൽ ഇൻസാൻ, ഒരു മനുഷ്യന് മരണപ്പെട്ടാൽ അവന്റെ സകലമായ പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോകുന്നതാ. മൂന്ന് കാര്യങ്ങളാ ശേഷിക്കുന്നത്. ഒന്ന് ജാരിയായ സദഖയാണ്, രണ്ടാമത്തേത് ഇൽമുൻ യന്തഫഉ ബിഹി, നാഫിയായ ഇൽമ, മൂന്നാമത്തേത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കളാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഈ വിഷയം വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്തയാകണം. ആനന്ദ ജീവിതത്തിനൊരു വരൻ, സുഖജീവിതത്തിന് വേണ്ടി ഒരു വധു എന്നതല്ല മനസ്സിലുണ്ടാകേണ്ടത്. അതിലപ്പുറം നിബിധങ്ങൾ നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് പാഠമായി ഉൾക്കൊള്ളാൻ നമ്മോട് നിർദ്ദേശിച്ച ഇത്തരം കാര്യങ്ങളെയാണ് നാം ഇവിടെ നിയ്യത്തായി വെക്കേണ്ടത്. ഇബ്ഖാഉൻ നസ്ൽ, മനുഷ്യവംശത്തെ നിലനിർത്തുക. രണ്ടാമത്തേത് ഹലാലായ വഴിയിലൂടെ വൈകാരിക ചിന്തക്ക് ശമനം കണ്ടെത്തുക. മൂന്നാമത്തേത് സ്വാലിഹീങ്ങളായ മക്കളുണ്ടായി അവരെ കൊണ്ട് തനിക്ക് ഉപകാരം ലഭിക്കുക. അവിടെ ഗസാലി ഇമാം പറയുന്നത് തലബു തബറുക്കി ബിദ്ദുആഇൽ വലദി സ്വാലിഹീന. നബിയ ലോകത്ത് അവരുടെ സഹായങ്ങളും അവരെ കൊണ്ടുള്ള ഉപകാരങ്ങളും അത് നാം പ്രതീക്ഷിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, അവരുടെ സഹായം ലഭിച്ചില്ല എന്ന് വെക്കുക, എന്നാലും എങ്ങനെയെങ്കിലൊക്കെ മുട്ടിത്തൊട്ട് ജീവിക്കൂലേ? വൃദ്ധസദനങ്ങൾ ഇന്ന് പഴയകാലത്തേക്കാൾ ഏറെയാണ്. ഒരു നയാ പൈസയും കൊടുക്കേണ്ടതില്ലാതെ അവിടങ്ങളിൽ പരിപൂർണ സുരക്ഷിതമായി കഴിഞ്ഞുകൂടാനുള്ള സൗകര്യം ഇന്നുണ്ട്. വൃദ്ധസദനങ്ങളിൽ മാത്രമല്ല, ഇവിടെ തന്നെ പാവപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ പള്ളികളിലൊക്കെ വന്ന് ചില ആളുകൾ സഹായം അഭ്യർത്ഥിക്കാറില്ലേ? പലതുള്ളി പെരുവള്ളം എന്ന രൂപത്തിൽ 5, 10, 50, 100 ഒക്കെ ഓരോരുത്തർ കൊടുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് 1000, 2000 ഒക്കെ അവർ സ്വരൂപിച്ച് അവർക്ക് മരുന്നോ മുക്കടിയോ മറ്റ് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ അതിലൂടെ ഉണ്ടാകും. ഒന്നും വേണ്ട, നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ മക്കളൊക്കെയുള്ള ഒരു ദമ്പതിമാരാ, അവരുടെ മക്കൾ പരിചരിക്കുന്നേ നോക്കുന്നേയില്ല. അസുഖമായാൽ അയൽവാസികൾ വേണ്ട സഹായങ്ങൾ നൽകും. എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് പഴയ കാലത്തേക്കാൾ ഏറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകുന്ന കാലമാണ് ഈ കാലത്ത് അവർക്ക് ജീവിക്കാൻ കഴിയും. പക്ഷെ മരണപ്പെട്ടാലോ?
എന്റെ പൊന്നു രക്ഷിതാക്കൾ ഗൗരവമായി ചിന്തിക്കണം. മരണപ്പെട്ടാലോ പിന്നെ ആര് സഹായിക്കും? മരണപ്പെട്ടാൽ പിന്നെ ആര് സഹായിക്കും? ഈ അയൽവാസികൾ സഹായിക്കുമോ? പള്ളിയിൽ നിന്ന് പിരിവെടുത്ത് 1000 1500 കൊടുത്തേൽപ്പിച്ചിരുന്ന ആ ആളുകളുടെ സഹായം ലഭിക്കുമോ? ഇല്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഖബറിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ പരിതാപകരമായ അവസ്ഥ. എന്റെ സഹോദരിമാർ പ്രത്യേകം ഗൗരവത്തിലെടുക്കണം. ഹബീബായ നബി തങ്ങൾ പറയുകയാ, ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തെന്നറിയുമോ? വിശുദ്ധമായ ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി മൽ മയ്യിത്ത് ഫീ ഖബറിഹി ഇല്ലാ കൽ ഗരീഖൽ മുതവദ്ദിഹി യൻതദിറു ദഅവത ഇബ്നിഹി ഔ ബിൻതിഹി ഔ അബീഹി ഔ ഉമ്മിഹി ഔ അഖീഹി ഔ ഉഖ്തിഹി ഔ സദീഖിഹി ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിലയില്ലാത്ത വെള്ളത്തിൽ വീണ നീന്തലറിയാത്ത മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന മയ്യിത്ത്. ഏത് പൊടാപൊട്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമല്ലയോ ഹബീബായ നബി തങ്ങൾ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുള്ളതോ? ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്? നാം കണ്ടില്ലയോ കടല്? നാം കണ്ടില്ലയോ വലിയ പുഴയും കിണറും കുളവുമൊക്കെ നിറയെ വെള്ളമാണ്. ആ കിണറ്റിലേക്കാണ്, ആ കുളത്തിലേക്കാണ്, പാടത്തേക്കാണ്, പുഴയിലേക്കാണ് ഒരാൾ വീണതെന്ന് സങ്കല്പിക്കുക. അയാൾക്ക് നീന്തലറിഞ്ഞുകൂടാ. അദ്ദേഹം കര കാണുന്നുണ്ട്, അങ്ങോട്ട് നീന്തി രക്ഷപ്പെടാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹം താഴോട്ട് നീട്ടുന്നുണ്ട്, പക്ഷേ മണ്ണിലേക്ക് കാലെത്തുന്നില്ല, ആഴമുള്ള വെള്ളമാ. ആ സമയത്ത് അദ്ദേഹം ആലോചിക്കുകയാണ്, അല്ലാ, ഞാൻ വീണ് കിടക്കുന്ന കുളത്തിന്റെ അരികിലൂടെ ആരെങ്കിലും വന്നിരുന്നെങ്കിലോ, ഈ പുഴയുടെ സമീപത്തിലൂടെ ആരെങ്കിലും വന്നിരുന്നെങ്കിലോ, ആരെങ്കിലും എനിക്ക് വള്ളിയോ വടിയോ ഇട്ടു തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുകയാ. അതിനിടയിലാണ് അവിചാരിതമായി ഈ വീണ് പടഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുള്ള കിണറ് അല്ലെങ്കിൽ കുളംപുഴ, അതിന്റെ അരികിലൂടെ ഒരാൾ നടന്നു പോകുന്നത്, വെള്ളം കുടിച്ച് തട്ടിപ്പടഞ്ഞുകൊണ്ടിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ കഴിഞ്ഞു കൂടുന്ന ആളെ കാണുകയാ. ഈ അവസ്ഥയിൽ അകപ്പെട്ട ആളെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം എന്തോ ഒരു വള്ളി അങ്ങോട്ട് നീട്ടിക്കൊടുക്കുകയാ. അത് പിടിച്ച് അദ്ദേഹം കരയിലേക്ക് രക്ഷപ്പെടുകയാണ്. ആ മരണത്തിൽ നിന്നും കരയിലേക്ക് അകപ്പെട്ട ആളുടെ സന്തോഷമെന്ന് ആലോചിച്ചു നോക്കോ. ഇതുപോലെയാണ് ഖബറിൽ കിടക്കുന്ന വ്യക്തി കേട്ടോ. ഖബറിൽ വെക്കപ്പെട്ട മയ്യിത്തിന്റെ അവസ്ഥയാണ് നബിതങ്ങൾ പറയുന്നത്. എന്റെ ഖബറിന്റെ അരികിലേക്ക് ആരെങ്കിലും വന്ന് ഈ മൂടുകല്ലും മണ്ണുമൊക്കെ മാന്തി ഒഴിവാക്കി എന്നെ ഖബറിൽ നിന്ന് വെളിയിലേക്കൊന്ന് പുറത്തേക്ക് എടുത്തു വെക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമോ? ഇല്ല. കാരണം അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. മരിച്ചുപോയവരാണ്. അതിനാൽ ഇനി മരണത്തിന്റെ ശേഷമുള്ള ഉപകാരമാണ് വേണ്ടത്. അങ്ങനെ ഉപകാരം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവൻ ചിന്തിക്കുന്നത്. നബിതങ്ങൾ പറയട്ടെ, എന്താണ് അവന്റെ ചിന്ത? എന്ത നിർദാവത്തൈമിനി, തന്റെ മകളൊന്ന് ദുആ ചെയ്തെങ്കിലോ, ഔ ബിൻതിഹി, അല്ലെങ്കിൽ മകളോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മാതാവോ പിതാവോ, അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ, അല്ലെങ്കിൽ സ്നേഹിതന്മാരോ, ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആർന്നിരുന്നെങ്കിൽ എന്നവൻ ചിന്തിക്കുകയാ. ആ സമയത്താണ് മക്കളിൽപ്പെട്ട ഒരാൾ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. മരണപ്പെട്ട് കിടക്കുന്ന ഉപ്പയാ. ആ ഉപ്പയ്ക്ക് വേണ്ടി മകൻ ദുആ ചെയ്യുകയാണ്. അല്ലാ, എന്താറടി മണ്ണിൽ കിടക്കുന്ന ഉപ്പയില്ലേ, ആ മണ്ണിൽ കിടക്കുന്ന ഉമ്മയില്ലേ, ആ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ കുട്ടിക്കാലത്ത് ദാരിദ്ര്യമുണ്ടായിരുന്ന നേരത്ത്, പട്ടിണിയും പരവട്ടവുമായി കഴിഞ്ഞു കൂടിയിരുന്ന കാലത്ത് ചോറ് വെച്ചിട്ട് അതിന്റെ വച്ചനിക്ക് ഊറ്റിത്തന്ന വെള്ളം കുടിച്ച് ജീവിച്ചവരാണ് എന്റെ ഉമ്മ. കട്ടപ്പാടങ്ങളിലും കൊട്ടം പറമ്പുകളിലും കിടന്ന് അത്യധ്വാനം ചെയ്ത് എന്റെ വയറ്റിന് വേണ്ടി, എന്റെ വയറിന്റെ വിശപ്പടക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന ആളാ എന്റെ ഉപ്പ കേട്ടോ. ആ ഉപ്പ ഇന്ന് 6 അടി മണ്ണിലാ, ആ ഉമ്മ 6 അടി മണ്ണിലാ. ആ ഉമ്മ ഉപ്പാക്ക് ഇന്നുള്ള സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഇന്നെനിക്കോ വലിയ മണിമന്ദിരമാണ് ഞാൻ കെട്ടിപ്പൊട്ടിയിട്ടുള്ളത്. കൊട്ടാര സമാനമായ വീടാ, സർവ്വ സൗകര്യങ്ങളുമുള്ള കാറാ. ഇത്തരം സൗകര്യങ്ങളൊന്നും അനുഭവിക്കാതെ, ഇതൊന്നും അനുഭവിക്കാൻ കാത്തിരിക്കാതെ എന്റെ മാതാപിതാക്കൾ 6 അടി മണ്ണിലേക്ക് എത്തിയെങ്കിൽ അല്ലാ, അവർ വച്ചിട്ടുള്ള തെങ്ങിൻ തൈയില്ലേ, അവർ തെങ്ങിന്റെ തൈ വെച്ച് പോയവരാ. ഇന്ന് ആ തെങ്ങ് വലുതായി അതിൽ നിന്നും നാളികേരമിട്ട് അതിന്റെ വരുമാനം നേടുന്നത് ഞാനാ. എന്റെ ഉപ്പ ഗൾഫിൽ പോയി കഠിനാധ്വാനം ചെയ്ത് 1000 രോഗങ്ങളുമായി നാട്ടിലേക്ക് വന്ന്, നാട്ടിൽ വന്ന് 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് മരണപ്പെടുകയാ. അന്നുണ്ടാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വരുമാനം എന്റെ ഉപ്പാക്ക് തന്റെ കൈകൊണ്ട് വാങ്ങാൻ അവസരം ലഭിച്ചിട്ടില്ല. 10,000-ങ്ങളായ സംഖ്യ ഞാനാണ് അതിന്റെ
വരുമാനം കൈപ്പറ്റുന്നത് ആ ഉപ്പാക്ക് വേണ്ടി ഒരു 10,000 ഞാൻ അങ്ങ് ദാനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചോ ആ ഉപ്പാക്ക് വേണ്ടി ദാനം ചെയ്ത് ആ ഉപ്പയുടെ പേരിൽ ദുആ ചെയ്ത് കഴിഞ്ഞു കൂടിയാൽ ഹബീബായ നബി തങ്ങൾ പറയുകയാ, നിലയില്ലാത്ത വെള്ളത്തിൽ വീണ നീന്തലറിയാത്ത മനുഷ്യന്മാർക്ക് ഒരു പിടിവള്ളി കെട്ടി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമ്പോ അവർക്കുണ്ടാകുന്ന സന്തോഷം എത്രമാത്രമാണോ, അതിനേക്കാളും വലിയ സന്തോഷമാണ് മക്കളുടെ ദാനധർമ്മങ്ങളുടെ പ്രതിഫലങ്ങള്, മക്കളുടെ ദുആകൾ ഖബറിലേക്ക് വരുമ്പോൾ ഉള്ള ഗുണമെന്ന്, അവർക്കുണ്ടാകുന്ന സന്തോഷമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, ഇതിന് മക്കളല്ലാതെ പിന്നാരാ ഉള്ളത്? ചെയ്യുകയാണെങ്കിൽ അവരെ ചെയ്യൂന്ന, ചെയ്യുകയാണെങ്കിൽ അവരെ ചെയ്യൂ. നേരെ മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ബന്ധമില്ലാത്ത ഒരു പരിചയമില്ലാത്ത ആളുകളും നമ്മുടെ പരിതാപകരമായ അവസ്ഥ കാണുമ്പോൾ സഹായിച്ചെന്ന് വരും. നിങ്ങൾ എന്തൊരു വക്കറ്റ് വെച്ചിങ്ങനെ സഹോദരങ്ങളെയാ, ഇതാ നമ്മൾ പ്രസിഡന്റ് ഒരു വക്കറ്റേറ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും 2 ദിവസം കൂടി നമ്മളെ പരിപാടിയുള്ളൂ. ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു മുബാറക്കായ മജ്ലിസ. ഈ മജ്ലിസിൽ നിങ്ങളുടെ മുന്നിൽ വക്കറ്റേറ്റ് ഇങ്ങനെ കടന്നു വരുമ്പോൾ മോശാക്കാതെ കയ്യിലുള്ള വലിയൊരു സംഖ്യ തന്നെ ഇതിലേക്ക് നിക്ഷേപിച്ചത് ഇതിനു വേണ്ടിയുള്ള ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ളത് നമ്മുടെ വരുമാന മാർഗമുണ്ടാക്കുന്നതിലേക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദാനധർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അല്ലാഹു തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നുള്ള രക്ഷയും കാവലും നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഞാൻ പറയുന്നത് ദുന്യവിയാ ലോകത്ത് ആരെങ്കിലൊക്കെ സഹായിക്കണ്ടാവും, മരണത്തിന്റെ ശേഷം ആര് സഹായിക്കും? മരിച്ചതിന് ശേഷം സഹായിക്കാൻ കഴിയുമെന്ന ഹദീസിലുണ്ട്. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അരികിൽ വന്ന് പറയുകയുണ്ടായി, നബിയേ, എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വല്ലതും ചെയ്യാണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, തസദ്ദഖ് അലൈഹ. സഅദേ, തസദ്ദഖ് അലൈഹ, ഉമ്മാന്റെ പേരിൽ ദാനം ചെയ്താളാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തനിക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ കൂടുതൽ കിട്ടിയിരുന്ന ഒരു ഈത്തപ്പനത്തോട്ടം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക, ഉമ്മയുടെ ഉഖ്റബിയ ലോകത്തിൽ ഗുണം കിട്ടാൻ. ഖബറിൽ മറമാടപ്പെട്ട ഉമ്മയുടെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് അവിടെ ഫലവും ഗുണവും പ്രതിഫലവും ലഭിക്കാൻ വേണ്ടി പാവങ്ങളുടെ പേരിൽ തനിക്ക് ലഭിക്കുന്ന കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഈത്തപ്പനത്തോട്ടം അദ്ദേഹം വഖഫ് ചെയ്തു എന്ന് സ്വഹീഹ് മുസ്ലിം. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരണപ്പെട്ടവരുടെ പേരിൽ പലതും ചെയ്യാൻ, പക്ഷെ ആരാ ചെയ്യാം? ഞാൻ ചോദിക്കണത്, ഒരുപാട് കാലമായി നമ്മളൊക്കെ ഈ സ്റ്റേജിൽ ഇങ്ങനെ മൈക്കന്റെ മുന്നിൽ വരാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ എന്റെ മരണപ്പെട്ട അയൽവാസിയുടെ പേരിൽ ദ്വാരക്കാൻ ഒരു 100 രൂപ സംഭാവന അങ്ങനെ ലിസ്റ്റ് കൈ കിട്ടിയോക്കിയിട്ടില്ല. എന്റെ മരണപ്പെട്ട അയൽവാസിയുടെ പേരിൽ ദ്വാരക്കാൻ ഒരു 100 രൂപ സംഭാവന അങ്ങനെ ലിസ്റ്റ് കിട്ടാറില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോ ഇവിടെ എന്തെങ്കിലും പുതിയത് വെച്ചുണ്ടാക്കിയാൽ അങ്ങോട്ടും കൊണ്ടേ കൊടുക്കും, അവിടെ എന്തെങ്കിലും നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അങ്ങോട്ട് കൊടുക്കും, അവിടെയും ഇവിടെയും കല്യാണ സൽക്കാരം മറ്റ് ഏർപ്പാടുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും, ഒക്കെ ഉണ്ട്. പക്ഷെ മരണപ്പെട്ട് അങ്ങനെ വല്ല ആണ്ടറികളോ മറ്റോ ഉണ്ടായാൽ അതിൽ കൂടുമെന്നല്ലാതെ പിന്നെന്ത് സഹായ? ചെയ്യുകയാണെങ്കിൽ മക്കളെ ചെയ്യൂ. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അല്ലാമ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലും മിൻഹാജുൽ ആബിദീനിലും പറയുന്നു, നിയ്യത്തുകളിൽ 3-ാമത്തെ നിയ്യത്ത് ഇതാകട്ടെ, ത്വലബു തബറുക്കി ബിദുആഇൽ വലദി സ്വാലിഹി. ഈ വൈവാഹിക ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവുകയും ആ മക്കൾ മുഖേന എനിക്ക് ദുആ ലഭിച്ച് അതിന്റെ ഗുണം എനിക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്നൊരു പ്രതീക്ഷ, എന്നൊരു തേട്ടം, എന്നൊരു ഉദ്ദേശം അവന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കേണ്ടത്. ഏതേത് വിഷയങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ അവന് നല്ല നിയ്യത്തുണ്ടാകേണ്ടതുപോലെ ഈ വിഷയങ്ങളിലും ഈ വിഷയ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോഴും ഈ വക നിയ്യത്തുമായിട്ടാണ് കടക്കേണ്ടത്. അപ്പോഴാ അത് ശുഭകരമാകൂ. അല്ലാഹു തആല ഖൈറാക്കി തരുമാറാകട്ടെ. ആമീൻ. ഇനി വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുക. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് പുരുഷന്മാരെ വിളിച്ച് പ്രത്യേകമായൊരു കാര്യം ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധം, അങ്ങനെ സ്വവർഗ ബന്ധം. ആ ഒരു ബന്ധം ഇസ്ലാം അനുവദിക്കുന്നേയില്ല. അത് കടുത്ത ഹറാം. അങ്ങനെ ഒരു വിവാഹം എന്ന ഒന്ന് ഇസ്ലാമിൽ ഇല്ല.
ആധുനിക മനുഷ്യന്മാർ എന്തൊക്കെ കാട്ടിക്കുട്ടലുകളും തമ്മാടിത്തരങ്ങളും പൈശാചികതയുമാണ് ചെയ്തു കൂട്ടുന്നത് അത് വേറെ. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വൈവാഹിക ജീവിതമെന്നത് അത് സ്ത്രീയും പുരുഷനും തമ്മിലാണ്. ഇന്നാലിന്ന സ്ത്രീയും പുരുഷനുമാകണം, അത് മുസ്ലിമാകണം എന്നൊക്കെ നിയമം, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കൂട്ടുജീവിതമാണ് വൈവാഹിക ജീവിതമെന്നത്. പക്ഷേ ഇത് സ്ത്രീയാണ്, മറ്റേത് പുരുഷനാണ്. രണ്ടും രണ്ട് തട്ടില. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, സ്ത്രീയുടെ സ്വഭാവം പലപ്പോഴും പുരുഷന്റെ സ്വഭാവവുമായി ഒത്തിണങ്ങുകയില്ല. ഇവർ രണ്ടുപേരും ഒരു റൂമിൽ വാതിലടച്ച് കഴിഞ്ഞുകൂടേണ്ടവരാ. അവർ ഒന്നുപോലെ, അവർ ഒരു തടി പോലെ കഴിഞ്ഞുകൂടേണ്ടവരാ. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഒരു വസ്ത്രം പോലെ രണ്ടുപേരും ഒട്ടിച്ചേർന്ന് കഴിഞ്ഞുകൂടേണ്ടവരാ. പല വിഷയങ്ങളിലും അവർ ഒന്നിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ടവരാ. പല കാര്യങ്ങളിലും ഒന്നിച്ചുള്ള ഒരു അഭിപ്രായത്തിലേക്ക് എത്തേണ്ടവരാ. പക്ഷേ ഭർത്താവിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണ് പലപ്പോഴും സ്ത്രീയുടെ അഭിപ്രായം വരിക. പല കാഴ്ചപ്പാടുകളാണ് ഉണ്ടാവുക. ഈ ഒരു കാര്യം ആമുഖമായി തന്നെ പുരുഷന്മാര് മനസ്സിലാക്കേണ്ടതാ. ഹബീബായ നബിതങ്ങൾ പറയുകയാ, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ഖിലാ ഫൈൻ ഇസ്തംതഅത ബിഹാ വഫീഹാ ഇബദ വഇൻ ദഹബ്ത തുഖീമുഹാ കസർതഹാ വകസ്റുഹാ തലാഖുഹാ ഖാല റസൂലുള്ളാഹി. ഇത് പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. സ്ത്രീകൾ കേട്ടോളൂ, കുഴപ്പമില്ല, വീട്ടിലെത്തിയിട്ട് പുരുഷന്മാരോട് പറഞ്ഞാൽ മതി. മുത്തനബി അങ്ങനെ പറഞ്ഞോണല്ലോ, പിന്നെ എന്തിനാ എന്റെ സ്വഭാവത്തിനെതിൽ നിങ്ങൾ ഇങ്ങനെ വാളോങ്ങണത് എന്ന് തിരിച്ചു നമുക്കൊന്ന് ചോദിക്കാം. നബി തങ്ങൾ പറഞ്ഞ വാചകം എന്താ? ഇന്നൽ മർഅ, തീർച്ചയായും സ്ത്രീ, ഖുലിഖത് മിൻ ഖിലാഇൻ, വളഞ്ഞ വാരിയലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഫൈൻ ഇസ്തംതഅത ബിഹാ, അവളുമായി സുഖലോലുപതയിൽ നീങ്ങി അങ്ങ് കഴിഞ്ഞുകൂടിയാൽ, ഇസ്തംതഅത ബിഹാ, അവളുമായി നിനക്ക് സുഖിച്ചു കഴിഞ്ഞുകൂടാവുന്നതാ. പക്ഷേ വഫീഹാ ഇബദ്, അവളിൽ ആ വളവുണ്ടാവും കേട്ടോ. വളഞ്ഞ വാരിയിൽ നിന്നാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തട്ടിമുട്ടി വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി നീ സുഖജീവിതത്തിലേക്ക് നയിക്കണമെന്ന് ആഗ്രഹിച്ചാൽ നിനക്കത് നടത്താം. പക്ഷേ അവളിൽ കൂടപ്പുറപ്പായ വളവുണ്ടാകുന്നതാ. വിഭാഗങ്ങൾ പറയട്ടെ, ഈ വിശാലമായ മണ്ണിലെ ഭൂമിയിലെ ആ ഭൂമിയിൽ നിന്നും മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകമായ മണ്ണിന്റെ സത്തല്ലാഹു തആല ഊറ്റിയെടുക്കുകയാ. മണ്ണിന്റെ സത്താണ് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. മനുഷ്യ നിർമ്മാണത്തിന്റെ തുടക്കം, അതിന്റെ മൂലകം മണ്ണിന്റെ സത്താ. ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത് ഏതെങ്കിലും പാടത്തുള്ള അല്പം മണ്ണെടുത്തുകൊണ്ടല്ല, ഏതെങ്കിലും പറമ്പിലുള്ള അല്പം മണ്ണെടുത്തുകൊണ്ടല്ല, കരിമ്പാറ പൊട്ടിച്ച് അതിന്റെ മണ്ണെടുത്തുകൊണ്ടല്ല, മറിച്ച് ഈ വിശാലമായ ഭൂമിയിൽ അതിൽ കരിമ്പാറയുണ്ട്, ടൈറ്റായ പാറയുണ്ട്, വളരെ ലോലതയുള്ള മണ്ണുണ്ട്, കറുത്ത നിറത്തിലുള്ളതുണ്ട്, വെള്ള നിറത്തിലുണ്ട്, പല നിറത്തിലുള്ളതും പല സ്വഭാവത്തിലുമുള്ളതായ മണ്ണില്ലേ. ആ മണ്ണെല്ലാം ഒരുമിച്ചുകൂടെ അതിന് പ്രത്യേകമായ ഒരു സത്ത് ഊറ്റിയെടുത്തത് കൊണ്ടാണ് ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആദം അലൈഹി ഇസ്ലാം സ്വർഗത്തിന് ഭാഗത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വേദനയില്ലാതെ അദ്ദേഹത്തിന്റെ ഇടത് ഭാഗത്ത് മുകളിലെ ഏറ്റവും വളഞ്ഞൊരു വാരിയൽ അല്ലാഹു തആല പൊട്ടിച്ചെടുക്കുകയാ. ആ വാരിയലിനെ അസുൽ മൂലകമാക്കി വെച്ച് അതിൽ നിന്നാണ് ബീബി ഹവ്വ റളിയല്ലാഹു അൻഹയെ പടക്കുന്നത്. സഹോദരന്മാരെ ശ്രദ്ധിച്ചോ, ഈ വാരിയലിൽ നിന്ന് ഹവ്വ ബീവിയെ സൃഷ്ടിക്കുന്നത് എന്തേ മുഅ്മിനീങ്ങളെ? ഈ ഭൂമിയിൽ മണ്ണ് തീർന്നോ? ഇല്ലല്ലോ. അല്പം വേറെ അല്പം മണ്ണെടുത്തിട്ടങ്ങ് പടച്ചാൽ പോരായിരുന്നോ? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഇണക്കം വരികയില്ലായിരുന്നു എന്ന്. അവർ രണ്ടും രണ്ട് ധ്രുവങ്ങളിലൂടെ ജീവിക്കുമായിരുന്നു. അവർക്കിടയിൽ ഒരു വൈകാരികമായ ചിന്ത ഉണ്ടാകുമായിരുന്നില്ല. മറിച്ച് സ്ത്രീകൾ എന്നത് പുരുഷന്മാരുടെ ഭാഗങ്ങളാണ്, അവരുടെ കഷ്ടങ്ങളാണ്, അവരുടെ കൂടപ്പുറപ്പുകളാണ് എന്ന രൂപത്തിൽ അങ്ങോട്ടൊരു മയലാനുള്ള പ്രത്യേകമായ ഒരു താല്പര്യം. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ ഒരു അസുൽ ഭാഗമാണല്ലോ ഇവനോ, എന്റെ ഒരു കഷ്ടമാണല്ലോ ഇവളോ എന്ന മേൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധം നിലനിൽക്കണമെങ്കിലോ ഇവന്റെ ഒരു കഷ്ണം എടുത്തുകൊണ്ട് തന്നെ പടക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആദം എന്ന പുരുഷന്റെ ഒരു കഷ്ണം
കഷ്ടമെടുത്തുകൊണ്ട് പെണ്ണിനെ പടക്കുന്നത്. പക്ഷെ ആ കഷ്ടം ഏതു ഭാഗത്ത് നിന്ന്? തൊടയുടെ ലെവലുള്ള നേരായ ഒരു എല്ലുകൊണ്ടാണോ? അല്ല, വളഞ്ഞ വാരി എല്ലുകൊണ്ടാ പടക്കുന്നത്. അതുകൊണ്ട് ആ വളവൻ സ്വഭാവം അവരുടെ കൂടപ്പുറപ്പായി ഉണ്ടാകും കേട്ടോ. നിബിധങ്ങളുടെ വാക്കാണിത്, ഞാൻ പറയുകയല്ല. പൊന്നു സഹോദരിമാരെ, നിങ്ങളെ കുറ്റം പറയുകയല്ല, നിങ്ങൾക്ക് പ്രകൃതിപരമായി അല്ലാഹു തആല നൽകിയിട്ടുള്ള സ്വഭാവം പറയുകയാണ്, പുരുഷന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കട്ടെ, അതനുസരിച്ചവർ നീങ്ങട്ടെ. ഹബീബായ നിബിധങ്ങൾ പറയുകയാ, ഇന്നൽ മർഅ, സ്ത്രീ എന്ന വിഭാഗം കൊലിക്കത്തിനുള്ളിലായി ഈ വളഞ്ഞ വാരിയിൽ നിന്നാ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവളുമായി സുഖലോകപരമായി നീ കഴിഞ്ഞുകൂടിയ വിട്ടുവീഴ്ച വേണം അതിന്. എന്നാൽ നിനക്കങ്ങനെ നീങ്ങാൻ വഫീഹായിവക. പക്ഷെ അവളുടെ കൂടപ്പുറപ്പായി വളവുണ്ടാകുന്നതാ. അവളെ നിവർത്താൻ നീ പോയാൽ, അവളുടെ ദുസ്വഭാവം കാണുമ്പോ, അവളുടെ പെരുമാറ്റത്തിൽ മോശം കാണുമ്പോ, എന്താ അവളങ്ങനെ ഞാൻ അവളെ ശരിപ്പെടുത്തിയിട്ട് അടങ്ങോ, എന്താ പറഞ്ഞാൽ അനുസരിക്കാത്തത്, എന്താ ഇതുപോലുള്ള ദുസ്വഭാവങ്ങള്, ഞാനത് നേരാക്കിയിട്ട് അടങ്ങൂ എന്ന രൂപത്തില് നീ അവളെ ശരിപ്പെടുത്താൻ നീങ്ങിയാൽ കസർത്തഹ, നീ അവളെ പൊട്ടിക്കേണ്ടി വരും കേട്ടോ. കസറുഹ തലാഖുഹ, അവളെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അവളെ വിവാഹമോചനം നടത്തലാ. ഇബായ നബിതങ്ങളെ പറയുന്നത് കാരണമെന്താ? അസിലിൽ നിവർന്നൊരു സാധന നോക്കുക, അസിലിൽ നിവർന്നൊരു സാധന, പക്ഷെ വെയിലുകൊണ്ടത് വളഞ്ഞു. എന്നാൽ അതിന് മുകളിൽ ഏതെങ്കിലും ഭാരം വെച്ചാൽ അത് നിവർന്ന് കിട്ടിയെന്ന് വരും. എന്നാൽ അസിലിൽ തന്നെ വളഞ്ഞൊരു സാധന അത് നിവർത്താൻ ഒരുങ്ങിയാൽ അത് പൊട്ടും സ്വാഭാവികമാണ്. ഇവൾ വളഞ്ഞ വാരിയല്ല കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാ. ആ വളവൻ സ്വഭാവം ഇബജ്, മുത്തനബി പറഞ്ഞ വാചകം അതേപടി ഞാൻ ആവർത്തിക്കട്ടെ, ഇബജ്, ആ വളവൻ സ്വഭാവം അവളുടെ കൂടപ്പുറപ്പായി ഉണ്ടാകും. അതിനെ ലെവലാക്കാൻ നോക്കിയാൽ, ആ ദുസ്വഭാവം നേരെയാക്കിയിട്ട് ഞാൻ അടങ്ങൂ എന്ന് നീ വാശി പിടിച്ച് നീങ്ങിയാൽ കസർത്തഹ, നീ അവളെ പൊട്ടിക്കേണ്ടി വരും. വക്കസുറുഹ, അവളെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ തലാഖുഹ, അവളെ വിവാഹമോചനം നടത്തലാണെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ എന്താ ഉസ്താദേ ചെയ്യാ? എന്തെങ്കിലുമൊക്കെ ദുസ്വഭാവം ഉണ്ടാവും ഉറപ്പ, എന്തെങ്കിലുമൊക്കെ അനുസരണക്കേടുണ്ടാകും ഉറപ്പ്. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ പേരിൽ കൊട്ടും കോലേറ്റ് കഴിഞ്ഞു കൂടുന്നത് ബുദ്ധിയല്ല, വിവരക്കേടാണത്. കാരണം നമ്മുടെ നേതാവ് നബിതങ്ങൾ നമുക്ക് പറഞ്ഞത് അതുണ്ടാവും മോനെ. അപ്പൊ അതുണ്ടായാലോ, കണ്ടില്ല നയം നടിച്ച് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടാന്ന് പഴമക്കാര് പറയാറില്ലേ? ആ രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നീ തയ്യാറാണോ? എന്നാൽ നിനക്ക് സുഖകരമായ ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയും. അല്ലേ, എന്നും കലഹങ്ങളും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരിക്കും ആ വീടിന്റെ അകത്തളമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ ഫത്വൽ മുഈൻ എന്ന കിതാബിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണ്, ഒരു ഫത്വ തേടുകയാണ്. ഒരു സ്ത്രീയുടെ ഭാര്യയുടെ ദുസ്വഭാവം കാരണത്താൽ അവളെ വിവാഹമോചനം ചെയ്യാൻ പറ്റുമോ? ഭാര്യയുടെ ദുസ്വഭാവം കാരണത്താൽ അവളെ ത്വലാഖ് ചൊല്ലാൻ പാടുണ്ടോ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ തന്റെ ഫത്വൽ മുഈൻ എന്ന കിതാബിൽ പറയുന്നത്, പൊന്നുമോനെ, ദുസ്വഭാവം കാരണത്താൽ അവളെ ഒക്കെ ത്വലാഖ് ചൊല്ലാൻ നീ ഒരുങ്ങുകയാണ് എങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൽ പിന്നെ ഒരു വൈവാഹിക ജീവിതം എന്ന ഒന്ന് എവിടെ നിന്നുണ്ടാകാനാ? കാരണം ഒന്നിനെ ഒഴിവാക്കിയാൽ പിന്നെ കിട്ടുന്നതും ആ ജാതി തന്നെയല്ലേ. ഒരു ദുസ്വഭാവങ്ങളുമില്ലാത്ത എല്ലാ നിലയിലും സ്വഭാവം പൂർണ്ണമായി ക്ലിയർ ഉള്ള ഒരു പെണ്ണ് എന്നത് കറുത്ത കാക്കകളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് കാണുന്ന വെളുത്ത നിറത്തിലുള്ള കാക്ക പോലെയാണ് എന്ന് വഅലമു ഉമ്മത്ത് മുഹമ്മദ്. എന്റെ വകല്ല ഫത്തുൽമീലുള്ള ഇബാറത്ത. കറുത്ത കാക്കകളുടെ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട കാക്കയുണ്ടാകും, ഒരുപക്ഷെ വെളുത്തത് അതുപോലെയാണ് എന്ന് കിതാബിലുണ്ട്. അങ്ങനെ ദുസ്വഭാവം കാരണത്താൽ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുകയാണെങ്കിൽ പിന്നെ അതിനല്ലേ നേരണ്ടാവുള്ളൂ. നിനക്കൊരു ദാമ്പത്യ ജീവിതം നിലനിർത്താൻ കഴിയുമോ എന്നാ അദ്ദേഹം അതിന് മറുപടി നൽകിയത്. പൊന്നു സഹോദരിമാരെ, ഞാൻ നിങ്ങളെ കുറ്റം പറയുകയല്ല, എന്റെ പുരുഷന്മാരോടാ പറയുന്നത്. ഇങ്ങനൊരു ഹദീസുണ്ട്. ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അവരിൽ നിന്ന് ദുസ്വഭാവങ്ങൾ ഉണ്ടാകുമെന്ന് നാം ഉറപ്പിക്കണം. ഉണ്ടായാൽ അത് കണ്ടില്ല നയം നടിച്ച് വിട്ടുവീഴ്ചയിലൂടെ നീങ്ങാൻ നമുക്ക് കഴിയണം. ആ വിഭാഗത്തോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കണം. ഹബീബായ നബിതങ്ങൾ ദേഷ്യമില്ലാതെ അവരോട് സൗമ്യമായി പെരുമാറാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അക്ബലുൽ മുഅ്മിനീന ഈമാനാ അൽതഫുഹും ബിഅഖ്ലിഹിം. ഹബീബായ നബിതങ്ങൾ പറയുകയാ, നല്ല ഈമാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയുമോ? തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറുന്നവനാ, തന്റെ ഭാര്യയോട് സൗമ്യമായി പെരുമാറുന്നവനാ. കടിച്ചു കയറി പെരുമാറുന്ന ആള് അവൻ ഈമാൻ പൂർണ്ണതയിലേക്ക് എത്താത്തവനാ. ഒരുപക്ഷെ സുബീക്ക് മുമ്പേ അലാനം വെച്ച് എഴുന്നേറ്റവൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാ. ഒരു ജുസ് ഖുർആൻ ആ സമയത്ത് പാരായണം ചെയ്യുന്നവനാ. ടോർച്ചെടുത്തവൻ പള്ളിയിലേക്ക് ജമാഅത്തിന്
നിന്ന് പോയി ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാ, പക്ഷേ അവന്റെ ഈമാന് പൂർണ്ണമല്ല. ഈമാനിന്റെ പൂർണ്ണത കൈവരണമെങ്കിലോ അവൻ തന്റെ ഭാര്യയോട് സൗമ്യതയിൽ പെരുമാറുന്നവനായി തീരണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ചേർക്കണം. നബിതങ്ങൾ പറയുകയാണ്, ഇന്നമിനൽ ഗീറത്തിലെ ഗീറ, ദേശത്തിന്റെ കൂട്ടത്തിൽ ഒരു ദേഷ്യമുണ്ടോ? ഏതാണ് ആ ദേഷ്യമെന്നല്ലേ? അള്ളാഹ് അതിനോട് വലിയ വെറുപ്പാ. ആ ദേശത്തെ അള്ളാഹുവല്ലാതെ വെറുക്കുന്നതാ. ആ ദേശമേതെന്ന് പറയട്ടെ, ഗീറത്തു റജുലിൽ ഇംറാത്തിഹി, ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് കാണിക്കുന്ന ദേഷ്യമാണ് എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ. കാരണമെന്താ? ഒരു അന്യ തറവാട്ടിൽ ജനിച്ചു വളർന്ന പെണ്ണ് വയസ്സ് 16, 17, 18 ആകുമ്പോ ആ പ്രായത്തിലാണല്ലോ പലപ്പോഴും നാം അവളെ കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി ഞാൻ അവളെ വിവാഹം ചെയ്ത് കൊണ്ടുവരികയാ. 18ന്റെ പ്രായത്തിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നവളാ. അവളുടെ സൗന്ദര്യം നാം സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി കൊണ്ടുവന്നവരാ. ആ 18ന്റെ പ്രായത്തിലുള്ള പക്വതയല്ലേ അവൾക്കുള്ളൂ. അവളുമായിട്ടാണ് അവളെയാണ് നമ്മുടെ വീട്ടിലേക്ക് നാം കൊണ്ടുവന്നത്. അവൾ നമ്മെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്, നമ്മുടെ വീട്ടിലെ അംഗങ്ങളെയല്ല, നമ്മുടെ മാതാപിതാക്കളെയല്ല, മറ്റാരുമേ അല്ല. അവൾക്ക് വേണ്ട സകല സഹായങ്ങളും നൽകേണ്ടത്, അവൾക്ക് ശാരീരികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്, അവൾക്ക് തിന്നാനും കുടിക്കാനും നൽകേണ്ടത്, അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കേണ്ടത് പോരാ കേട്ടോ, പോരാ. അവൾക്ക് മാനസികമായ സംതൃപ്തി നൽകേണ്ടത് എന്റെ ഭർത്താവേ നീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വത്തഖുല്ലാഹ ഫിന്നിസാ, ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ കാക്കണേ. വിവാഹം ചെയ്തതിന്റെ പേരിൽ അത് മുഖേന നരകത്തിന്റെ ആളുകളായി മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതിനാൽ നിങ്ങളുടെ കടമയും കടപ്പാടും എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പെരുമാറ്റവും രീതിയുമാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വിശാലമായ നിലപാടിലൂടെയാണ് പെരുമാറിയിരുന്നത് എന്നല്ലേ. വക്കാന യംസഹു മഅഹുന്ന, അവരോടൊപ്പം തമാശ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. വക്കാന യുസാബിഖു ആയിഷത ഫിൽ നദവി, ഓട്ടമത്സരം ആയിഷ ബീവിയോടൊത്ത് നടത്താറുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമാണ്, ഒരു ആനന്ദമാണ്. സ്ത്രീകളുടെ ഭാര്യമാരുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. ഞാൻ തിരക്കുള്ളവനാ, ലോകം കണ്ട വലിയ നേതാവാ, എനിക്ക് അവരുമായി സംസാരിച്ചിരിക്കാൻ നേരമില്ല, 100 കൂട്ടം സകലമുളവുമായി കഴിഞ്ഞു കൂടുന്ന ആളാ എന്ന പേരും പെരുമയും നടിച്ചുകൊണ്ട് നിബിധങ്ങൾ മാറിയായില്ല. മഹാനായ നിബിധങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് സമയം തന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നില്ലേ. ഇന്ന് തിരക്ക് പിടിച്ച ചില ആളുകളുണ്ട്. അവർ ഒരു സ്റ്റേജിൽ നിന്ന് മറു സ്റ്റേജിലേക്ക്, ഒരു വേദിയിൽ നിന്ന് മറുവേദിയിലേക്ക്, ഒരു ഭാഗത്തിൽ നിന്ന് മറുഭാഗത്തിലേക്ക് അവൻ ജീവിതത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാ. അവൻ വലിയ നേതാവ്, അവൻ തിരക്കുള്ള ആള്. പക്ഷെ തന്റെ വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്നത് നിർത്തിയ തന്റെ ഭാര്യയില്ലേ, അവരോടൊപ്പം ഒന്ന് സമാധാനത്തോടെ ഒഴിഞ്ഞിരുന്ന് വർത്തമാനം പറയാൻ പോലും അവൻ സമയം കണ്ടെത്താത്തവനാണ് എങ്കിൽ പിഴച്ചു മോനെ പിഴച്ചോ. നിബിധങ്ങളുടെ ചര്യ അങ്ങനെയല്ല. ഈ ഭാര്യമാർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിരുന്നവരാണ് എന്ന് ഹദീസിലുണ്ട്. 100 കൂട്ടം ശകലുള്ള ആളല്ല. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നിബിധങ്ങളെ കാണാൻ ആളുകൾ തേടിയെത്തുന്നത്. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതിനോടൊപ്പം താൻ കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർ 1 അല്ല 9 എണ്ണമാണ്. ഒരു സമയത്ത് 9 ഭാര്യമാരാണ്. ഓരോ ദിവസം ഓരോ ഭാര്യമാർക്ക് വേണ്ടി ഊഴം വെച്ചിരിക്കുക. ആ ഊഴത്തിൽ അവരോടൊപ്പമാണ് ചെലവഴിക്കുന്നത്. അത് അവർക്കുള്ള സമയമാണ്. അവർക്ക് തന്നോടൊപ്പം കഴിഞ്ഞുകൂടാൻ അനുവദിക്കപ്പെട്ട നേരമാണ്. അവരുടെ മാനസിക സംതൃപ്തിക്ക് വേണ്ടി ഞാനത് സഹിക്കുകയാണ് എന്ന രൂപത്തിലല്ലേ വിധങ്ങൾ നീങ്ങിയിരുന്നത്. ഇന്ന് ചില സ്ത്രീകളോ തന്റെ വീട്ടിലുള്ള കാർ ഡ്രൈവർ കൂടെ ചാടിപ്പോകുന്ന രംഗം വായിക്കാറില്ലേ. അല്ലാഹുതആല കാക്കുമാറാകട്ടെ. ഭർത്താവ് വലിയ നേതാവാ, വലിയ ഡോക്ടറാ, അല്ലെങ്കിൽ എഞ്ചിനീയറാ, നാട്ടിൽ പ്രസിദ്ധനായ ഒരാളാ. പല മസലത്തും തന്റെ മുന്നിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ ഇദ്ദേഹത്തെയാണ് സമീപിക്കാറ്. പക്ഷേ തന്റെ ഭാര്യയ്ക്ക് അതുകൊണ്ട് എന്ത് ലഭിച്ചോ? സ്റ്റേജിൽ നിന്ന് സ്റ്റേജുകളിലേക്കെന്ന രൂപത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തന്റെ ഭാര്യയ്ക്ക് ഭർത്താവിന്റെ സാന്നിധ്യം ലഭിക്കാത്ത അവസ്ഥയായതിനാലാ അത് ലഭിക്കുന്നത് കാർ ഡ്രൈവറോട് കൂടെയാണെങ്കിൽ അവൻ മതിയിലേക്ക് കാമുകനായി എന്ന് വിചാരിച്ച വലിയ മണിസൗധങ്ങളിൽ കഴിഞ്ഞു കൂടാൻ അവസരം ലഭിക്കുന്ന പെണ്ണ്, സമ്പത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് അടവാടാൻ സൗകര്യം ലഭിക്കപ്പെട്ട
പെണ്ണ് ഒന്നുമില്ലാത്ത ചാളയിൽ കൂരയിൽ പോയി ഒരു കാർ ഡ്രൈവറോടുകൂടെ ഒരു സാമ്പത്തിക ശേഷിയുമില്ലാത്ത ഒരന്യന്റെ കൂടെ ഒളിച്ചോടി പോകുന്നവളായി ഇവൾ മാറിയെങ്കിൽ അതിന് കാരണക്കാരനാരാ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, നിന്റെ ഭാര്യയോടൊക്കെ വേണ്ട സമയം ചെലവഴിക്കാൻ നീ ബാധ്യസ്ഥനാ. അവളുടെ മനസ്സിന് സമാധാനം നൽകുന്ന രൂപത്തിൽ നീ പ്രവർത്തിക്കേണ്ടവനാ. അവൾക്ക് വേണ്ട സംതൃപ്തി നൽകാൻ നീ ബാധ്യസ്ഥനാ. ബാധ്യതയും കടമയും കടപ്പാടും നിർവഹിക്കാത്തതിന്റെ പേരിലല്ലേ ഇത് വരുന്നത്? മാത്രമല്ല, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ മാനസികമായി പുരുഷന്റെ അത്ര വളരാത്തവളാ, അവൾ ശാരീരികമായി പുരുഷന്റെ അത്ര ആരോഗ്യമില്ലാത്തവളാ, അവളുടെ ഏത് ഘട്ടങ്ങളിലും പോരായ്മകൾ പുരുഷന്റെ അത്രയില്ല, പോരായ്മകളുള്ളവളാ, പുരുഷന്റെ അത്ര പൂർണ്ണതയിലെത്താത്തവളാ. അതുകൊണ്ടല്ലേ അവളുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവൾക്ക് സംരക്ഷണം നൽകാൻ പ്രത്യേക ആളുകളെ അല്ലാഹു ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 3 ഘട്ടമാണല്ലോ ഉള്ളത്. 1 മകളായിരിക്കുക, 2 ഭാര്യയായിരിക്കുക, 3 ഉമ്മയായിരിക്കുക. ഒരാളിനെ പറ്റിയും അങ്ങനെ തന്നെ 1 മകനായിരിക്കുക, 2 ഭർത്താവായിരിക്കുക, 3 ഉപ്പയായിരിക്കുക. പക്ഷേ ഈ സ്ത്രീയുടെ 3 ഘട്ടങ്ങളിലും തന്റെ ജീവിതത്തെ 3 ഭാഗമാക്കി ഭാഗിക്കാൻ കഴിയുമെങ്കിൽ ഈ 3 ഭാഗങ്ങളിലും അവളെ സംരക്ഷിക്കാൻ പ്രത്യേക ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ആ ആളുകളുടെ ബാധ്യത, ഇവൾക്ക് വേണ്ടി ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയെന്നൊക്കെ വിശദീകരിച്ചാൽ പടച്ചോനെ പെണ്ണായി ജനിച്ചാൽ മതിയായിരുന്നേ എന്ന് ചിന്തിച്ചു പോകും. ഒരു സ്ത്രീക്ക് അതിനു മാത്രമുള്ള സൗകര്യങ്ങളാണ് ശരീഅത്തുൽ ഇസ്ലാം നൽകുന്നത്. പക്ഷേ ഈ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതക്കാരൻ തന്റെ ബാധ്യത നിറവേറ്റാത്തതിന്റെ പേരിൽ ചില സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് ഇസ്ലാം എന്ത് പിഴച്ചു? ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾ മകളായിരിക്കുക, ആ ഘട്ടത്തിൽ അവൾക്ക് വേണ്ട സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടത് തന്റെ രക്ഷിതാവാണ്. അവൾ സ്വന്തമായി ജോലി ചെയ്യാൻ ശേഷിയുള്ളവളാണ്, പക്ഷേ ജോലിക്ക് പോകൽ നിർബന്ധം ഇല്ല. അവൾക്ക് വേണ്ട വസ്ത്രമോ, അവൾക്ക് വേണ്ട പാർപ്പിടവും, അവൾക്ക് വേണ്ട ചികിത്സയും തുടങ്ങി എന്തൊക്കെയുണ്ടോ മുഴുവനും നടപ്പിലാക്കേണ്ടത്, അവൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് തന്റെ രക്ഷിതാവാണ്. രക്ഷിതാവ് അത് മാത്രമാണോ രക്ഷിതാവിന്റെ ബാധ്യത? അല്ല, മറിച്ച് വിവാഹപ്രായമായാൽ അവളെ ഒരുത്തനോടൊപ്പം വിവാഹം ചെയ്ത് അയക്കേണ്ട നിർബന്ധ ബാധ്യതയും. അവൾ കാശുണ്ടാക്കാൻ പഠിച്ചവളാ, അവൾ കാശുണ്ടാക്കി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമായി തയ്യാറാക്കി ഒരു വൈവാഹിക ജീവിതത്തിന് വേണ്ടി അവൾ തന്നെ വഴി കണ്ടെത്തട്ടെ എന്ന് വെക്കാൻ ഒരു രക്ഷിതാവിന് പാടുണ്ടോ? ഇല്ല, ഹറാം. ഞാനാണ് അവൾക്കൊരു വരനെ കണ്ടെത്തി കൊടുക്കേണ്ടത് എന്ന ബാധ്യതയാണ് ഓരോ രക്ഷിതാവിന്റെ മേലും അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. തിന്നുർത്താൽ മതി, ഇങ്ങനെ ജീവിച്ചെടുത്താൽ മതി. സകല ബാധ്യതകളും സകല ചെലവുകളും നടത്തേണ്ടത് തന്റെ രക്ഷിതാവ്. അത് കഴിഞ്ഞ് വിവാഹം കഴിക്കണം. കബിൽതു മിൻക നിക്കാഹ എന്ന് പറയാൻ നല്ല സുഖ, പക്ഷെ ആ വാക്ക് പറയലോട് കൂടെയുള്ള ഏറ്റെടുത്ത ബാധ്യതകൾ എന്തൊക്കെയെന്നറിയും. ഇനി ഞാനൊരു തടി മാത്രമല്ല, കബിൽതു മിൻക നിക്കാഹ വ തസ്വീജഹാ ബിഹാദൽ മഹ്രിൽ മദ്ഖൂരി വറദീതു ബിഹി. ഇതാ ഈ പറയപ്പെട്ട മഹ്റിന് ഞാൻ അവളുടെ നിക്കാഹ് താങ്കളിൽ നിന്ന് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന വാക്ക് പറയലോടെ സബൈതുക വഅൻകാതുക ബിൻതി ഫാത്തിമ ബിമഹ്രി ഹാദിഹിൽ ഖിലാദത്തി മിനൽ ദഹബ്, ഈ സ്വർണ്ണ ചെയിൻ മഹ്റിന് താങ്കൾക്ക് എന്റെ മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തന്നു എന്ന് പറയുകയും വരൻ രക്ഷിതാവ്. എന്നാൽ വരൻ ഈ കബിൽത്ത് പറയലോട് കൂടെ ഇനി എന്റെ തൊടി മാത്രമല്ല അവളും കൂടെയാ, അവളെയും കൂടെയുള്ള ബാധ്യത എന്റേതാ. എന്റെ തടിയെ ഞാൻ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതുപോലെ അവളെയും ഞാനാ നിലനിർത്തേണ്ടത്. അവളെ നിലനിർത്തേണ്ടത് അവളല്ല, ഞാനാ. അവൾക്ക് വേണ്ട തീറ്റ കൊടുക്കേണ്ടത്, അവൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെയും നൽകേണ്ടത് ഞാനാ. പാർപ്പിടത്തെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ വിശാലമായി മുഗ്നിയിൽ മുഹ്താജ് പോലുള്ള കിതാബിൽ പറയുന്നുണ്ട്, സുരക്ഷിതമായി താമസിക്കാൻ ആവശ്യമായ ഒരു പാർപ്പിടം, ഒരു റൂം, നല്ലൊരു പാർപ്പിടം. എന്തിനേറെ അവിടെ മുഗ്നിയിലെ അവിടെ ഫിഖിന്റെ കിതാബിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് 2 മണ്ണെട്ടാനൊരു പൂതി, അങ്ങണ്ടാവും ചിലർക്ക് പൂതി. വെറുതെ അത് പൂതിയിട്ട് നടക്കണ്ടേ? വൈൻ ഖിഫ്തും അല്ലാത്തതിലു ഫവാഹിദ, ഒന്നിലേറെ വിവാഹം കഴിച്ച് അവർക്കിടയിൽ നീതി ചെയ്യൂല എന്നൊരു പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ, നീതി ചെയ്യൂലെങ്കിൽ എന്നല്ല, ചെയ്യാതിരിക്കുമോ എന്നൊരു ഭയം ഹൃദയത്തിൽ വന്നാൽ ഫവാഹിദ, ഒന്നേ ഒന്ന് മാത്രമേ പാടുള്ളൂ. ഒന്നിലേറെ വിവാഹം കഴിക്കാൻ 1000 നിബന്ധനകളാണ്. ആ നിബന്ധനകളൊക്കെ പാലിച്ചെങ്കിൽ മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഒരാൾ 2ാം വിവാഹം കഴിച്ചാൽ
നാളെ മഹ്ശറ ലോകത്തവൻ ഹാജരാക്കപ്പെടുന്നതാ. വശിക്കുഹുമായിരുന്നിരാജംബിഹി, അവന്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ തൂങ്ങി ആടിക്കൊണ്ടാണ് അവൻ ഹാജരാക്കപ്പെടുന്നത്. ഒരു ഭാഗം ഇങ്ങനെ ഉയർന്ന് മറ്റേ ഭാഗം ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ആളെ കണ്ടാൽ രണ്ടു കൊണ്ടിട്ട് ഒന്നിനെ നോക്കി മറ്റേതിനെ തീരെ നോക്കിയിട്ടില്ല എന്ന് മറ്റാളുകൾക്ക് കാണാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരാൾക്ക് രണ്ടാം മണ്ണെട്ടാൻ പൂതിയായി നോക്കുക. അവൻ രണ്ടാം മണ്ണെട്ട്, അവൻ നല്ലൊരു 10-25 ലക്ഷം 30-40 ലക്ഷം ഉറുപ്പ്യ മുടക്കിയിട്ട് നല്ലൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. രണ്ടാമത്തെ വിവാഹം ചെയ്ത് അതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഉള്ള കാര്യം ഇങ്ങോട്ടുണ്ടല്ല, ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറയാൻ അവൾക്ക് അവകാശമുണ്ടോ? അവൾക്ക് അവകാശമുണ്ട് എന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ 25 ലക്ഷം രൂപ മുടക്കി ഈ വീടുണ്ടാക്കി എന്റെ ഉടമയിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ട വീട് നിന്റേതല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റണ്ട എന്ന് പറയാൻ നിനക്കെന്ത് അവകാശം, എന്തധികാരം എന്ന് ഭർത്താവിനെ തിരിച്ചു ചോദിക്കാൻ വകുപ്പുണ്ടോ? ഇല്ല. ഭർത്താവ് അത് ഒരുപക്ഷെ അങ്ങനെ ചോദിച്ചാൽ അവൾക്ക് തിരിച്ചിങ്ങോട്ട് പറയാൻ ശരീഅത്തുൽ ഇസ്ലാം അവസരം നൽകുകയാണ്. അല്ല, ഞങ്ങളെ ഭാര്യയല്ലേ? അതെ, നീ ഭാര്യയാണ്, ഞാൻ ഒഴിവാക്കുന്നില്ല. 4 വരെ പറ്റുന്നാണല്ലോ. ഞാൻ രണ്ടാമതൊന്നും കൂടി വിവാഹം ചെയ്തു, രണ്ടാം ഭാര്യയാണ് ഇവള്. നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇവളെ താമസിപ്പിക്കലല്ല എന്റെ ഉദ്ദേശം. നിനക്ക് താമസിക്കാൻ ഒരു റൂം പോരെ? അവിടെ ബാത്റൂം ഉണ്ടല്ലോ, ഇപ്പുറത്ത് കിച്ചണുണ്ട്, അടുക്കളയുണ്ട്, അത് നിങ്ങൾക്ക് 2 പേർക്ക് ഉപയോഗിക്കാം. അപ്പുറത്ത് ബൈത്തുൽ ഖലയുണ്ട്, നിങ്ങൾക്ക് 2 പേർക്കും ഉപയോഗിക്കാം. അപ്പുറത്ത് അലക്കാനും അലക്കി തോരയിടാനുമുള്ള സൗകര്യമുണ്ട്, 2 പേർക്ക് ഉപയോഗിക്കാം. സൗകര്യത്തോടു കൂടെ ജീവിക്കാൻ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഒരുക്കപ്പെട്ട AC ഫിറ്റ് ചെയ്ത നല്ല റൂം, ബെഡ്റൂം ഉണ്ടല്ലോ, ആ ബെഡ്റൂം ഒന്ന് നിനക്ക്, ഇവൾക്ക് മറ്റേത് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല. അപ്പോൾ അവൾക്ക് തിരിച്ചു പറയാനുള്ളത്, എനിക്കൊരു ഉർഫ, ഒരു റൂം നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നല്ല ശറഇന്റെ നിയമം. എനിക്കൊരു മസ്കൻ, ഒരു വീട് നൽകേണ്ട ബാധ്യതയാണുള്ളത്. ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു റൂം എന്നല്ല, ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു റൂം എന്നല്ല. കയറി ചെല്ലുന്നിടത്ത് ഒരു അങ്കണം അഥവാ ഒരു സിറ്റ് ഔട്ട്, ഇപ്പുറത്ത് ഡൈനിങ് ഹാള്, അപ്പുറത്ത് ഓഫീസ് റൂം, ഇപ്പുറത്ത് ഒരു ബെഡ്റൂം, അപ്പുറത്ത് കിച്ചണ്, ഇപ്പുറത്ത് അലക്കാനുള്ള സ്ഥലം, ഇപ്പുറത്ത് അലക്കി തോരടാനുള്ള സ്ഥലം, ഇപ്പുറത്ത് വേറെ സൗകര്യങ്ങൾക്കുള്ള സ്ഥലം, ഇതൊക്കെ പാട് ഉൾപ്പെട്ടതാണ് ഒരു മസ്കൻ, ഒരു വീട്. ആ വീട് എനിക്ക് താങ്കൾ നൽകേണ്ട ബാധ്യതയുണ്ടെന്നുള്ളത് എന്നല്ലാതെ ഒരു ഉർഫത്ത്, ഒരു റൂമി എന്നല്ല. അതിനാൽ ഈ വീട് എനിക്ക് നൽകേണ്ടതാ താങ്കൾ, ഈ വീട്ടിലേക്ക് അവളെ കടത്തണ്ട എന്ന് പറയാനുള്ള അവകാശം പടച്ചവനവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രമുള്ള സൗകര്യം താമസ സ്ഥലത്തിൽ അവൾക്ക് നൽകണമെന്ന ശറഅ് പറയുന്നത്. അവിടെ മുഗ്നി എന്ന ഫിഖഹിന്റെ കിതാബിൽ പറയുന്നത്, മാളികയുണ്ടെങ്കിൽ മാളികയിൽ ഒരുത്തിയെയും മറ്റവളെ താഴെയും താമസിപ്പിക്കാൻ പറ്റുമോ? അവിടെ കിതാബിൽ പറയുന്നത് കോണി പുറത്തു കൂടെയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മാളികയിലും താമസിപ്പിക്കാൻ പാടില്ല. കോണി പുറത്തു കൂടെയാണെങ്കിൽ ഓക്കെ. കാരണം കോണി ഉള്ളിൽ കൂടെയാണെങ്കിൽ മുകളിൽ താമസിക്കുന്നവൾ പലപ്പോഴും താഴെ ഭാഗത്ത് ഈ കോണി കൂടെ ഉണ്ടാകും. അപ്പൊ താഴെ താമസിക്കുന്ന ആളുകൾ ഭാര്യയ്ക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് പോലും അവൾക്കുണ്ടാകാൻ പാടില്ല. കിച്ചണും മേലെയാണ്, അലക്കാനുള്ള സൗകര്യവും മേലെയുണ്ടോ, തോരയിടാനുള്ള സൗകര്യവും മേലെയുണ്ടോ, എല്ലാം ഒരു വീടിന്റെ ഒരു മസ്കനിന്റെ സൗകര്യം, കോണി പുറത്തുകൂടെയായി കൊണ്ടുള്ള സൗകര്യം മുകളിലുണ്ടായാൽ ആ വീടിന്റെ മുകളിലെ തട്ടിൽ ഒരു ഭാര്യയും താഴെ തട്ടിൽ മറ്റേ ഭാര്യയും താമസിപ്പിക്കാമെന്നല്ലാതെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നവൾ പറയാൻ അത് അവൾക്ക് പറയാനുള്ള അവകാശമുള്ള കാര്യമാണെന്ന് ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞെങ്കിൽ അതിന് മാത്രം വലിയ അവകാശമാണ് അല്ലാഹു തആല അവൾക്ക് നൽകിയിട്ടുള്ളത്. പിന്നെയുള്ള ബാധ്യതകൾ നിരവധിയാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് അവൾ ഉമ്മയാവുകയാണ്. ഒരു പെണ്ണ് ഉമ്മയായാൽ തന്റെ ഭർത്താവിന്റെ സംരക്ഷണവും ചെലവും അവൾക്ക് ലഭിക്കണം എന്നതിന്റെ പുറമെ അൽ ജന്നത്തു തഅത അഖ്ദാബിൽ ഉമ്മഹാത്ത്, ഉമ്മമാരുടെ കാലിഞ്ചുവട്ടിലാണോ നിങ്ങൾക്ക് താമസിക്കാൻ, നിങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള സ്വർഗമെന്ന വിഭാഗങ്ങൾ പറഞ്ഞില്ലേ? ഒരു സാധനം കാലുകൊണ്ട് അമർത്തിപ്പിടിച്ചാൽ ആ കാലുയർത്താതെ സാധനം ലഭിക്കുകയില്ലല്ലോ എന്നതുപോലെ നിങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള സ്വർഗമില്ലേ? അത് മാതാവിന്റെ കാലിൻ ചുവട്ടില. ആ കാല് പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് നിങ്ങളിൽ നിന്നുണ്ടാകേണ്ടത്. അവരെ ഉറപ്പിക്കുന്ന, അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന നിലപാട് മക്കളെ നിങ്ങളിൽ നിന്നുണ്ടായേക്കരുതേ. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം
സംരക്ഷിക്കാൻ പറയുന്നത്. അവരുടെ സംരക്ഷണവും കൂടി ഉമ്മാക്ക് ലഭിക്കേണ്ടതാ. ചുരുക്കി പറഞ്ഞാൽ മകളാകുന്ന സമയത്ത്, ഭാര്യയാകുന്ന നേരത്ത്, ഉമ്മയാകുന്ന കാലത്ത്, ഈ 3 ഘട്ടങ്ങളിലും അവളെ സംരക്ഷിക്കാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് ഒരു സ്ത്രീയെ ജീവിതം അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഇതൊക്കെയും നാം വിശദീകരിച്ച് കേട്ടാൽ പെണ്ണായി സൃഷ്ടിക്കപ്പെടുക എന്നത്, പെണ്ണായുള്ള ജന്മമെന്നത് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വധുവാകുന്ന നേരത്ത് തന്റെ ഭർത്താവ് അവൾക്ക് ചെയ്യേണ്ട ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റേണ്ടതാ. ഇതൊക്കെ കേൾക്കുമ്പോ പെണ്ണേ നീ നലിഞ്ഞു കുത്തണ്ട കേട്ടോ. തിരിച്ച് ഇങ്ങോട്ട് പല ബാധ്യതകളും ഹബീബായ നിബിധങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കം സമയം കുറവായത് കാരണത്താൽ വിശദീകരിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബാധ്യതകൾ ഹബീബായ നിബിധങ്ങൾ പറയുകയാ, ഈ ഇംറഅത്തുൻ മാതത്ത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. തന്റെ ഭർത്താവിന്റെ സംതൃപ്തി നേടി പെണ്ണിന് മരിക്കാൻ കഴിഞ്ഞാൽ അവരുടെ മരണസമയത്ത് തന്നെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് തന്നോട് കൂടെ കഴിഞ്ഞു കൂടുമ്പോ ആ ഭാര്യയിൽ പൂർണ്ണ സംതൃപ്തിയുള്ളവനായി കഴിഞ്ഞു കൂടുന്നവനാണ് എങ്കിൽ എന്റെ തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട എനിക്ക് വേണ്ട സഹായങ്ങളും ഞാനെല്ലാം ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ പറഞ്ഞതനുസരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യയല്ലേ, അവളാണല്ലോ മരണപ്പെട്ടത് എന്ന വേദനയിൽ ദുഃഖം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലാണ് നിനക്ക് മരണപ്പെടാൻ സാധിച്ചതെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണിന്റെ സ്വർഗപ്രവേശനം നേടി എന്ന് വിശുദ്ധമായ ഹദീസിലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ബാധ്യത നിനക്ക് ചെയ്തു തരുന്ന ഭർത്താവല്ലേ ആ കട്ടപ്പാടങ്ങളിലും കൊട്ടംപറമ്പുകളിലും കടന്ന് അത്യധ്വാനം ചെയ്യുന്നത്. വൈകുന്നേരം ക്ഷീണിച്ചവശനായി വീട്ടിലേക്ക് വരുമ്പോ അവനോട് നല്ല വാക്കുകൾ പറഞ്ഞ് സ്വീകരിക്കേണ്ട ബാധ്യതയില്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ നോക്കോ. മക്കയിൽ ജീവിച്ചിരുന്ന കാലത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകള്, അബൂജഹലിന്റെയും ഉത്ബത്ത് ശൈബത്തിന്റെയും കിരാതമർദ്ദനങ്ങള്, പരിഹാസങ്ങള്, കൂക്കുവിളികള്, കല്ലെടുത്ത് എറിയലുകള് എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബായ നബിതങ്ങൾക്കൊരു തണലായി ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാൽ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്ന സമാധാനമല്ലേ. ആ സമാധാനം മറ്റാരുമല്ല ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹയായിരുന്നില്ലേ. അതുകൊണ്ടാണ് ഖദീജ ബീവി വഫാത്തായതിന്റെ ശേഷം പിന്നീട് താൻ വിവാഹം ചെയ്ത ഭാര്യമാര് ആ ഭാര്യമാരുടെ മുന്നിൽ പലപ്പോഴും ഖദീജ ബീവിയെ പറഞ്ഞു പുകഴ്ത്തിയിരുന്നത്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറയുകയാ, നബിതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയിരുന്നത് ബീവി ഖദീജയോടാണ്, മറ്റൊന്നുമല്ല അവരെക്കുറിച്ച് എന്നെ മുന്നിൽ വെച്ച് നബിതങ്ങൾ ഇങ്ങനെ മധു പറയാറുണ്ടോ, പുകഴ്ത്തി പറയാറുണ്ടോ. ഒരിക്കൽ അങ്ങനെ വല്ലാതെ പുകഴ്ത്തി പ്രശംസിച്ചു പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബി നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ ഭൂമിയിൽ ഖദീജയല്ലാത്ത വേറെ പെണ്ണില്ല എന്ന് തോന്നിപ്പോകുമല്ലോ, അതിന് മാത്രം ഖദീജയെ പുകഴ്ത്തുകയാണല്ലോ. നബിതങ്ങൾ അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഖദീജയെ കുറിച്ച് പുകഴ്ത്തുകയാ. കാരണം എന്താ, ജനങ്ങളുടെ കിരാതമർദ്ദനങ്ങൾ സഹിച്ച് വീട്ടിലേക്ക് വന്നാൽ എന്തോ ഒരു സമാധാനം അറിയോ. ഇന്നിപ്പോ നമ്മളൊക്കെ വീട്ടിന്റെ പുറത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളും സങ്കീർണമായ മനസ്സുമായിട്ട് കയറി ചെന്നാൽ എന്താ കേൾക്കേണ്ടി വരിക, എന്താ അനുഭവിക്കേണ്ടി വരാം ഓരോരുത്തർക്കും അറിയാലോ. മഹാനായ നബിതങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ വളരെ മനസ്സ് വിറങ്ങലിച്ച് കയറി ചെന്നാൽ ഖദീജാവി സ്വീകരിക്കണം. എന്തേ നബിയെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ ഇതാ എത്ര വലിയൊരു ആനക്കാര്യം. കഴിഞ്ഞ കാല പ്രവാചകന്മാരൊക്കെ അനുഭവിച്ച യാതനകളുടെ നീണ്ട പരമ്പര നിങ്ങളല്ലേ ഞങ്ങൾക്ക് വേദനയല്ല, നിങ്ങൾ ഇതാണ്ട് തിന്നിട്ടാണ് ഇതാണ് കുടിച്ചിട്ടാണ് എന്നും പറഞ്ഞ് തെറ്റും കുടിയും കൊടുത്ത് വേണ്ട രൂപത്തിൽ മനസ്സിനെ സമാധാനപ്പെടുത്തി എല്ലാ പ്രശ്നങ്ങളും മലയോളം കുന്നുകൂടി കിടക്കുന്ന എല്ലാ മാനസിക സംഘർഷങ്ങളും എല്ലാം മഞ്ഞുകട്ടയെ ഉരുക്കുന്നത് പോലെ ഉരുക്കിയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ എന്തൊരു സംതൃപ്തമായ മനസ്സോടെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയാനറിയാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഭാര്യയുടെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ആശ്വസിപ്പിക്കൽ മുഖേനയാണ് നിബിധങ്ങൾക്ക് അങ്ങനെ ഒരു സമാധാനം ലഭിച്ചിരുന്നത്. പിറ്റേന്ന് പുറത്തിറങ്ങി ദീനീ പ്രബോധന പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞുകൂടുമ്പോൾ വീണ്ടും ടെൻഷനുകള്, മാനസികമായ പ്രയാസങ്ങള്. വീട്ടിലേക്ക് കയറി വന്നാൽ സമാധാനം. വീട് എന്നതിന് അറബി ഭാഷയിൽ പറയുന്ന പേര് മസ്കൻ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ മസ്കൻ. മസ്കൻ എന്ന വാക്കിനർത്ഥം സമാധാനം നൽകുന്ന സ്ഥലം എന്നാണ്. വീട് എന്നത് സമാധാനം നൽകുന്ന സ്ഥലമാണോ? അവിടെയുള്ള കമ്പിയും കല്ലും സിമന്റും അവിടെയുള്ള മറ്റിതര സാധനങ്ങൾ ഇതൊക്കെ പാടെ കൂടിയതാണല്ലോ വീട്.
അതുകൊണ്ടുണ്ടാക്കപ്പെട്ട എല്ലാ കെട്ടിടത്തിനും മസ്കൻ എന്ന് പറയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്കൂളിന് മസ്കൻ എന്ന് പറയണ്ടേ? മദ്രസ കെട്ടിടത്തിന് അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന്, ഇവിടെയുള്ള പീടിക കെട്ടിടത്തിന് അതിനൊക്കെ മസ്കൻ എന്ന് പറയണ്ടേ? അതിനൊന്നും മസ്കൻ എന്ന് അറബിയിൽ പറയില്ല. താമസിക്കുന്ന വീടിനാണ് മസ്കൻ. കാരണം എന്താ? സമാധാനത്തിന്റെ സ്ഥലം, സമാധാനം നൽകുന്ന ഒരുത്തി അവിടെയുണ്ട്. അവളാണ് തന്റെ ഭാര്യ. അവളുടെ ആ കുടുംബിനിയിലൂടെ, ആ വീട്ടുകാരിയിലൂടെ അങ്ങനെയാണ് സമാധാനം ലഭിക്കുന്നത് എന്ന് വഅലമു ഉമ്മത്ത മുഹമ്മദ്. അതുകൊണ്ട് പൊന്ന സഹോദരിമാരെ, നിങ്ങൾ ഭർത്താക്കന്മാരുടെ മനസ്സ് വായിച്ച് നീങ്ങാൻ കഴിയുന്നവരാകണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ അനുഭവിക്കുമ്പോൾ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുന്ന വിശാല മനസ്സിന്റെ ഉടമയാകണം ഭർത്താക്കന്മാർ. പക്ഷേ ഈ ഭർത്താവ് അവന്റെ സ്വഭാവങ്ങളും അവന്റെ വരുമാന സ്രോതസ്സുകളും അവന്റെ അവസ്ഥകളും ഒക്കെ കണ്ടിട്ട് അവരോട് പെരുമാറേണ്ടത്. തന്റെ വരുമാനത്തിനനുസരിച്ച് തന്റെ ജീവിതത്തെ, തന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹായം നൽകേണ്ടത് പൊന്നു സഹോദരിമാരെ നിങ്ങളാ. ഈ അടുത്തിടെ നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഒരു ഭാര്യയും ഒരു ഭർത്താവും 3 മക്കളും ആത്മഹത്യ ചെയ്തു. കാരണം പത്രം പറയുന്നത് കടക്കണി മൂത്തതിന്റെ പേരിൽ, കടക്കണിയിൽ കുടുങ്ങിയതിന്റെ പേരിലാണ് അവർ ആത്മഹത്യ ചെയ്തത്. അവരുടെയും അവർ താമസിക്കുന്ന വീടിന്റെയും ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. ഏതാ വീടിന്റെ ഫോട്ടോ എന്നല്ലേ? നല്ലൊരു അപ്സ്റ്റെയർ ബിൽഡിംഗ്, നല്ല കാർപോച്ചുള്ള, ചുറ്റുമതിൽ കെട്ടപ്പെട്ട, നല്ലൊരു അടിപൊളി ഗേറ്റൊക്കെ വെക്കപ്പെട്ട നല്ലൊരു ഉഷാറുള്ള വീട്. ഇന്നത്തെ കാലത്ത് ആ വീട് ഒരു 80-90 ലക്ഷം രൂപ വേണ്ടിവരും. അങ്ങനത്തെ ഒരു വീടും ആ സൗകര്യവും ഉണ്ടാക്കി തീർക്കാൻ. അങ്ങനത്തെ വീട്ടിന്റെ ഉടമയാണ് കടക്കണിയിൽ കുടുങ്ങിയത് കാരണത്താൽ, കടം വന്ന് തലയിൽ അമർന്നത് കാരണത്താൽ രക്ഷയില്ലെന്ന് വിചാരിച്ച് അവസാനം കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത്. 5 ആൾ ആത്മഹത്യ ചെയ്തു എന്നാ പത്രത്തിലുള്ളത്. സത്യത്തിൽ ഒരാളുടെ ആത്മഹത്യയാണ്. 3 വയസ്സും 6 വയസ്സുമുള്ള ചെറിയ കുട്ടികൾ എന്ത് ആത്മഹത്യ ചെയ്യാനാ? 2 വയസ്സും 4 വയസ്സും 8 വയസ്സുമുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യും. അവരെ പിടിച്ചുവെച്ച് അവരുടെ വായിലേക്ക് വിഷം കൊടുത്ത് അവരെ കൊല്ലുകയാണ്. ഒരുപക്ഷെ ഭാര്യയും ആത്മഹത്യക്ക് തയ്യാറാകണമെന്നില്ല. അവളെയും പിടിച്ച് വിഷം കൊടുത്ത് അല്ലെങ്കിൽ കഴുത്ത് ഞെരുക്കി കൊല്ലുകയാണ്. ഇവനാണല്ലോ കടത്തിന് തലവെച്ചവൻ, ഇവനാണല്ലോ കടത്തിൽ കുടുങ്ങിയവൻ. അവസാനം അവന് നിക്കക്കള്ളിയില്ലാതെയാകുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് അവരെ കൊന്നിട്ട് 5ാമനായി ഇവനും കെട്ടിത്തൂങ്ങി മരണപ്പെടുകയാണ്. എന്തേ കാര്യം? കടങ്ങനെ ഉണ്ടായത്. ഈ ജാതി വീടുണ്ടാകുമ്പോ കടണ്ടാവൂലേ? ഈ ജാതി വീടുണ്ടാക്കുമ്പോ കടണ്ടാവൂലേ? ഈ ജാതി വീടുണ്ടാക്കാൻ ആര് പറഞ്ഞു? അയൽപക്കത്തെ വീട് വലിയ പടുകുറ്റം വീടാ, അത് അവന്റെ സാമ്പത്തിക ശേഷിക്കുണ്ടാക്കിയതല്ലേ? അയൽപക്കത്തെ വീടിനനുസരിച്ച്, കുടുംബാംഗത്തിന്റെ വേറെ ഏതെങ്കിലും വീടിനനുസരിച്ച് തന്റെ വീടുണ്ടാക്കുകയോ? തന്റെ വരുമാനത്തിനനുസരിച്ചാകണം തന്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. ഉരുളക്കനുസരിച്ച് വാ തുറക്കാൻ പഠിക്കണം. ഉരുളക്കനുസരിച്ച് വാ തുറക്കാൻ പഠിക്കണം. പലപ്പോഴും വലിയ വീടുണ്ടാക്കുന്നതിന്റെ പിന്നിൽ അവന് പ്രചോദനം നൽകിയത് പലപ്പോഴും ഭാര്യയായിരിക്കും. ചെറിയൊരു വീടിന് തറണ്ടാക്കിയാൽ ഒരുപക്ഷെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് പരിഹാസം, എന്താങ്ങളത് ആട്ടുംകൊണ്ട് തറട്ടായത് ചെറിയ ഒരു തറ. എന്നോട് ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട്, പൊന്നാലുസ്താദെ പരിഹാസം പുറമക്കുന്നല്ല, കാര്യമായിട്ട് പെണ്ണുങ്ങളെ ഭാഗത്തുന്ന. നിങ്ങളൊരു വീടിന് തറട്ടതാ, ഒരു ആട്ടും കൊണ്ട് തറട്ട മാതിരി ചെറിയൊരു തറ. എന്റെ ആങ്ങളുടെ വീട് കണ്ടോക്കിനോ? എന്റെ എളാപ്പാന്റെ വീട്ടിൽ നിന്ന് പോയോക്കിനോ? എന്റെ അമ്മ ഒരു വീടിന് തറട്ടണ് എയറോപ്ലെയിന്റെ മാതിരി, എയർപോർട്ട് മാതിരി വലിയ ഒരു വീടിന്റെ തറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്ന അവസ്ഥ. ഈ പരിഹാസം കേൾക്കുമ്പോ ഒരുപക്ഷെ അവൻ അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ട് വലിയ വീടുണ്ടാക്കും. അതിന് പരിധിയുണ്ട്. ആ പരിധി, ആ സമയമാണ് കഴിഞ്ഞാൽ കടം വീട്ടേണ്ടി വരും. സിമന്റിന്റെ വീടിയല്, കമ്പിന്റെ വീടിയല്, മറ്റേ വീടിയല്, ഇത്ര ലക്ഷം, അത്ര ലക്ഷം, അത്ര ആയിരങ്ങള് അവർ ചോദിക്കും. ഒരു നിലക്കും വീട്ടാൻ വകുപ്പില്ല. എന്തിനത് വാങ്ങിയത്? ഇത് അങ്ങനെ പൊങ്ങച്ചെന്നടിച്ചിട്ട് ദുരഭിമാനത്തിന് വേണ്ടി വലിയൊരു വീടുണ്ടാക്കി, കാർപ്പോച്ചുണ്ടാക്കി, നല്ല മതിൽ കെട്ടി, ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി, അവസാനം കടം വീട്ടാൻ കഴിയാതെ ആത്മഹത്യ. എന്തുകൊണ്ട്? പലപ്പോഴും ദുരഭിമാനം നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ട്. ഇവിടെയാണ് എന്റെ പൊന്ന സഹോദരിമാരെ നിങ്ങളുടെ വിവേകത്തോടെയുള്ള, തന്റെ ഇടത്തോടെയുള്ള സമീപനം ഉണ്ടാകേണ്ടത്. മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനയുടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ കുറെ സഹാബികളും കൂടെയുണ്ട്. അവര് കുതിരപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. ചില ആളുകൾ ഒട്ടകപ്പുറത്തുമാണ്. സഹാബാക്കിറാമിനോട് കൂടെ നിബിതങ്ങൾ ഈ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ മുന്നിൽ ഒരു സ്ത്രീ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ തലയിലൊരു കൊട്ടയുണ്ട്. കൊട്ട തലയിൽ വെച്ചിട്ട് ഈ വലിയ ശക്തമായ വെയിലറിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലൂടെ നടക്കുകയാണ്.
ഏതാണ് ആ സ്ത്രീ എന്നറിഞ്ഞുകൂടാ. ഹബീബായ നബി തങ്ങൾ നടന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇത് മറ്റാരുമല്ല എന്റെ ഭാര്യ ആയിഷയുടെ ജേഷ്ഠത്തി അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയാ. ആരാണ് സഹോദരിമാരെ അസ്മാ ബീവി? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തിയാണ് എന്നതിനപ്പുറം സിദ്ദീഖിന്റെ മകളല്ലേ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ സമ്പന്നനായിരുന്നില്ലേ? ആ കാലത്ത് മക്കയിലെ ഏറ്റവും അറിയപ്പെട്ട സമ്പന്നൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നില്ലേ? ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും സഹായം നൽകിയിരുന്നവരാ. അത്ര വലിയ അമ്പരച്ചുംബിയായ വീടുകളിൽ അത്ര വലിയ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച് ശീലമുള്ള പെണ്ണാ ബീവി അസ്മാ ബീവിയുടെ ഭർത്താവാരാ? സുബൈർ റളിയല്ലാഹു അൻഹു. സുബൈർ റളിയല്ലാഹു അൻഹു സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മഹാസാധുവാണ്, പാവപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിനോടൊപ്പം ഭാര്യയായി കഴിഞ്ഞുകൂടാനാണ് വിധി. പക്ഷേ ആ ഭർത്താവിന് എപ്പോഴെങ്കിലും തന്റെ വീട്ടിലുണ്ടായിരുന്ന പൊലിമയും പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴെങ്കിലും മനപ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നബി തങ്ങൾ അസ്മായിനെ കണ്ടപ്പോ പറയുകയാണ്, അസ്മായെ, എവിടെ നിന്നായി വെയിലത്തിന് നടന്നു വരുന്നത്? നിനക്കൊരു വാഹനം പോലുള്ളല്ലോ, ഈ കൊട്ടത്തലയിൽ വെച്ചുകൊണ്ട് എവിടെ നിന്നാ നീ നടന്നു വരുന്നത്? അസ്മാ പറയുകയാണ്, നബിയേ, എന്റെ ഭർത്താവ് സുബൈറിനുണ്ടല്ലോ ഇന്നാലിന്ന സ്ഥലത്തുള്ള ഒരു ഈത്തപ്പഴത്തോട്ടം, ഒരു ചെറിയ തോട്ടമാണ്. ആ തോട്ടത്തിൽ വെള്ളം മുക്കി നനക്കാൻ പോയതാ. ഉള്ള ഈത്തപ്പഴമെല്ലാം പറിച്ചൊരു കൊട്ടയിലാക്കിയിട്ട് ആ കൊട്ട തലയിൽ വെച്ച് ഞാൻ നടക്കുകയാ. അസ്മാഇനോട് നബി തങ്ങൾ പറയുന്ന, അസ്മാ, നീ കുതിരപ്പുറത്ത് കയറിക്കോ, എന്റെ സഹാബത്തിന്റെ കുതിരന്മേൽ ഞാൻ കയറാ. ഇവിടെ നിന്ന് നിരവധി ഇനിയും പോകണമല്ലോ അസ്മായെ വീട്ടിലെത്താൻ. അങ്ങോട്ട് എത്താൻ ഒരുപാട് വൈദൂരമുണ്ടല്ലോ, അതുകൊണ്ട് നീ കുതിരപ്പുറത്ത് യാത്ര ചെയ്തോ എന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോ അസ്മാബി പറഞ്ഞു, വേണ്ട നബിയെ, വേണ്ട, ഞാനിങ്ങ് നടന്നു പോന്നോളാം. അങ്ങനെയാണ് നടന്ന് അസ്മാ ബീവി വീട്ടിലേക്ക് ഈത്തപ്പഴ കൊട്ടയുമായി വരുന്നത്. തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം നയിക്കുമ്പോ ഏതെങ്കിലും സ്നേഹിതകളോട്, ഏതെങ്കിലും ആളുകളോട് തന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞതായി ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ടൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈനബ ബീവി പറയുകയാണ്, ഞാൻ ഒരിക്കൽ നബി തങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തു. അത് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചിരുന്നതാ. അവിടെ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ദാനധർമ്മത്തിന്റെ പോരിശയും മഹത്വവുമാണെന്ന് നബി തങ്ങൾ വേദ പറഞ്ഞിരുന്നത്. വേദൊക്കെ കേട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് വീട്ടിലെത്തുകയാ. പക്ഷെ ഞാനിങ്ങനെ ആശയക്കുഴപ്പത്തിലായി. മറ്റൊന്നുമല്ല, എന്റെ ഭർത്താവ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പച്ചപ്പാവമാണ്. ഒരു ചായ പോലും അങ്ങാടിയിൽ കടയിൽ പോയി കുടിക്കാൻ വകയില്ലാത്ത ആളാ. അദ്ദേഹം ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് പുറമക്കാർക്ക് ദാനം ചെയ്യുക? പക്ഷേ അദ്ദേഹത്തിന് ദാനം ചെയ്താൽ പുറമക്കാർക്ക് കൊടുക്കാതെ ഭർത്താവിന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എങ്കിൽ അത് സദഖയാകുമോ? അദ്ദേഹം എന്റെ ഭർത്താവല്ലേ, അദ്ദേഹത്തിന് ഞാൻ കൊടുത്താൽ ഒരുപക്ഷെ ആ പണം കൊണ്ട് എന്റെ വീട്ടിലേക്ക് തന്നെയാണ് അരിയും ചെല്ലാനും വാങ്ങിക്കൊണ്ടുവരിക. അത് ഞാൻ തന്നെ ഉപയോഗിക്കുന്ന അവസ്ഥയും വരില്ലേ? അതുകൊണ്ട് ദാനം ചെയ്യണമെന്നുണ്ട്. പുറമക്കാർക്ക് കൊടുക്കാൻ പ്രയാസം, സ്വന്തക്കാരനായ ഭർത്താവിന് കൊടുത്താൽ സദഖയുടെ പ്രതിഫലം കിട്ടുമോ എന്നൊരു സംശയം. ഈ നിലയിൽ ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ദാനധർമ്മത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളൊരു വേദ കേട്ടുവരാം. എന്തെങ്കിലും ദാനം ചെയ്യണം, എനിക്ക് പൂതിയുണ്ട്. പക്ഷെ നിങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഞാൻ പുറമക്കാർക്ക് കൊടുക്കുക? നിങ്ങൾക്ക് തന്നാൽ സ്വതക്കന്റെ പ്രതിഫലം കിട്ടുമോ? പുറമക്കാർക്ക് കൊടുത്താലല്ലേ അതിന്റെ കൂലി കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലിന്റെ അടുത്തുണ്ട്. ഏതായാലും നിങ്ങൾ നബിതങ്ങളുടെ അടുത്ത് പോയി ഒന്ന് വിഷയം അന്വേഷിച്ചു നോക്കി. നിങ്ങൾ നബിതങ്ങളുടെ അരികിൽ പോയി ഈ കാര്യങ്ങളൊന്ന് അന്വേഷിച്ചു വരി. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടി സൈനബ, ഞാനതെങ്ങനെ പോയി ചോദിക്കുക? അതിനെ അരിപ്പല്ലേ, എന്റെ ഭാര്യന്റെ സ്വതക്ക ധർമ്മം എനിക്ക് വാങ്ങിക്കൂടെന്ന് ഞാൻ ചോദിക്കേ? അത് മഹാവയലിച്ച നബിതങ്ങൾ എന്താ വിചാരിക്കുക? അതുകൊണ്ട് ഇന്താന്റെ മകള് തന്നെ പോയി നോക്കിയാണ്. ഭർത്താവ് അങ്ങനെ പറഞ്ഞപ്പോൾ സൈനബി പറയാ, ഞാൻ തന്നെ വസ്ത്രം മാറ്റിയിട്ട് പോയി നബിതങ്ങളുടെ വീട്ടുപടിക്കലെത്തിയപ്പോണ്ട് അവിടെ വീട്ടുമുറ്റത്ത് വേറെ പെണ്ണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഒന്നുമില്ല, അവരോട് കാര്യം ചോദിച്ചപ്പോ ഹാജത്തി ഹാജത്തുഹ, ഇന്ത്യ ഓളെ ആവശ്യം ഒന്ന.
ഇന്റെ അതേ അവസ്ഥ തന്നെ അവൾക്കുള്ളത്. അവളുടെ ഭർത്താവ് ഇതുപോലെ ഒരു മഹാദരിദ്രന, ദാനം ചെയ്യാണെന്ന് നോക്കും പൂരിണ്ട്. പക്ഷെ എങ്ങനെ ഭർത്താവിന് കൊടുത്താൽ സ്വതക്കന്റെ കൂലിട്ടോ, എങ്ങനെ പുറമക്കാർക്ക് കൊടുക്കുക, ഭർത്താവ് ഇങ്ങനെ ഒന്നുമില്ലാതെ കഴിഞ്ഞു കൂടുമ്പോ എന്ന നിലയിൽ അവളും എന്നെപ്പോലെ ഈ വിഷയം ചർച്ച ചെയ്യാൻ, സംശയം തീർക്കാനായിട്ട് വന്നതാ. ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതിന്റെ ഇടയിൽ ഉള്ളുന്ന വർത്താനം കേട്ടു. നബി തങ്ങൾ ബിലാലിനെ വിട്ടിട്ട് പറഞ്ഞു, ബിലാലെ ഏതോ പെണ്ണുങ്ങളുടെ വർത്താനം കേൾക്കുന്നുണ്ട്, പോയി വെക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, എന്താ വിഷയം? സൈനബി പറഞ്ഞു, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇവിടെ വന്നതേ. ഇപ്പത്തെ ആ വനിതാ ക്ലാസ്സിൽ ഞങ്ങൾ 2 പേരും പങ്കെടുത്തിരുന്നു. ദാനധർമ്മങ്ങളുടെ പോരിശകളും മഹത്വങ്ങളും പ്രതിഫലങ്ങളും ഒക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. 2 ആളും ദാനം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ 2 ആളും ഭർത്താക്കന്മാരും മഹാസാധുക്കളാണ്. ഒരു കാൽ ചായ കുടിക്കാനും കൂടി വകയില്ലാത്ത അവസ്ഥയിലാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇവർക്ക് കൊടുത്താൽ സ്വതക്കന്റെ കൂലിട്ടോ, പുറമക്കാർക്ക് കൊടുക്കാൻ പ്രയാസം. കാരണം ഇവരിങ്ങനെ ദരിദ്രരായിരിക്കും, എങ്ങനെ പുറമക്കാർക്ക് കൊടുത്തു? ഈ വിഷയം ഒന്ന് പോയി ചോദിച്ച് മറുപടി പറഞ്ഞു തരാം. ഞാൻ ആ വിഷയം ചോദിച്ച് മറുപടി ഇപ്പൊ പറഞ്ഞു തരാറ്. ബിലാൽ തങ്ങൾ ഉള്ളിക്കാണ് പോണ സമയത്ത് സൈനബി പറഞ്ഞു, ഇത് ഞാൻ ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബയാണ് എന്ന് അവിടെ പറയണ്ടട്ടോ. ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബയാണ് എന്ന് അവിടെ നബി തങ്ങളോട് പറയണ്ടട്ടോ. എന്തെങ്കിലും കാര്യം എന്നറിയോ? ഭർത്താവിന്റെ മാനം കാത്തതാ. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണത്. ഭർത്താവിനോട് പോകാൻ പറഞ്ഞിരുന്നു സൈനബി. പറഞ്ഞു, ഞാൻ പോയി ചോദിക്കണത് വയലിച്ചല്ലേ. ഒരു മാനക്കേടായി തോന്നുകയാണ് ഭർത്താവിന്. ഇനി ഞാൻ സൈനബ ഇവിടെ വന്ന് ചോദിക്കുമ്പോ, ഇബ്നു മസ്ഊദിനാണല്ലോ ഇപ്പൊ ആ ധർമ്മം കിട്ടാം, മൂപ്പർ ഇങ്ങനെ ഭാര്യയിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് ജീവിക്കുന്ന മഹാസാധു അല്ലേ എന്നൊരു വയലിച്ചയും മാനക്കേടും ഒരു ചീത്തപ്പേരും മുത്തനബിന്റെ അടുത്തിന്റെ ഭർത്താവിന് വേണ്ട, അങ്ങനെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാ സൈനബ ബീവി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബയാണ് ചോദിക്കുന്നതാണോ പറഞ്ഞിട്ടോ. ഇങ്ങനെയാണ് ഭർത്താവിന്റെ മാനം കാക്കല്. ഭർത്താവിനെ ഏതെങ്കിലും നിലക്ക് വർത്താനം പറഞ്ഞ് അവനേക്കാളേറെ തന്റെയും തന്റെ കുടുംബത്തെയും പൊക്കിപ്പറഞ്ഞ് അവനെ താഴെയാക്കാൻ ശ്രമിക്കുന്ന പൊന്നു സഹോദരിമാരെ, ദുരഭിമാനത്തിന്റെ പേരിൽ ചെയ്തു പോകരുത്. ഭർത്താവിനോടൊപ്പം കഴിഞ്ഞു കൂടുന്ന സമയത്ത് അവന്റെ മാനം സംരക്ഷിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ നിങ്ങളുടെ മനസ്സ് വെക്കുക തന്നെ വേണം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഉള്ളിലേക്കെത്തി. ഇബ്നങ്ങൾ ചോദിച്ചു, ആരാ അവിടെ? അതൊരു മസ്അല ചോദിക്കാൻ വേണ്ടിയിട്ട്, ദാനധർമ്മം ചെയ്താലേ ഭർത്താവിന് കൊടുത്താലേ അതിന്റെ കൂലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നത്. അവിടെ ആരാ വന്നത് അത് പറയാതെയും നിബിതങ്ങളോട് ഒളിമറി നടക്കുവോ? അതൊരു അൻസാരി പെണ്ണും വേറെ പെണ്ണുണ്ടാറും. അതൊരു അൻസാരി പെണ്ണും വേറെ പെണ്ണുമാണ്. നിബിതങ്ങൾ വേറെ പെണ്ണ് ഏതാ? അവൾക്ക് പേരൊന്നില്ലേ? അവൻ സൈനബിയാണ്. അയ്യു സയാനിബ്, ഏത് സൈനബയുടെ ബിലാൽ? സൈനബ് പറഞ്ഞ ആരാൻ തിരിയോ? അയ്യു സയാനിബ്, ഏത് സൈനബ? അവൻ നിർബന്ധിതനായി പറയേണ്ടി വന്നു, ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബയാണ്. എന്തിനാ നിബിതങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ചോദ്യത്തിനനുസരിച്ച മറുപടി വരാം. ഒരിക്കൽ വന്ന് ചോദിച്ചു, അയ്യുൽ ആമാലി അഫ്ളലു, ഏറ്റവും നല്ല പ്രവർത്തനം ഏതാ? ഉടൻ നിബിതങ്ങൾ പറഞ്ഞു, തുത്ഇമു ത്വആമ, ആളുകൾക്ക് തിന്നാൻ കൊടുക്കലാണ്. കാരണം എന്താ? ഇയാൾ മഹാപിസ്കനായിരുന്നു. അയാളോട് ഇനി നിസ്കാരം പറഞ്ഞാണ്ട് ഉഷാറാക്കേണ്ട ആവശ്യമില്ല. കാരണം കൈക്കലവില്ലാത്ത നിസ്കാരം മൂപ്പർ സജീവമായിട്ട് ചെയ്യാറുണ്ട്. ₹1 ചെലവില്ലല്ലോ. ആ ആളോട് പിന്നെ പിസ്കനായതിന്റെ പേരിൽ മറ്റാളുകൾക്ക് ഒരു സഹായം നൽകാത്തൊരു സ്വഭാവക്കാരനായപ്പോ മൂപ്പരോട് നിബിധങ്ങൾ പറഞ്ഞു, അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും നല്ല സൽക്കർമ്മം ഏതാന്ന് ചോദിച്ചപ്പോ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനാണ്. നേരെ മറിച്ച് ദാനം ചെയ്യാനൊക്കെ ഉഷാറുള്ള ആളുകളുണ്ടാവും ചിലപ്പോ. അത്തരം ആളുകൾ വന്ന് ഏറ്റവും നല്ല അമൽ ഏതാന്ന് ചോദിച്ചാൽ അവരോട് പറയല് നിസ്കരിക്കലാണ് എന്നായിരിക്കും. കാരണം ആ വിഷയത്തിലാണ് മൂപ്പർക്ക് വലിയ പോരായ്മ ഉണ്ടെങ്കിൽ അത് നികത്താൻ വേണ്ടി അങ്ങനെ പറയും. അപ്പൊ ഇത് ആരാണ് ചോദ്യക്കാര്? അതിനനുസരിച്ച് മറുപടി പറയാം. ആ രൂപത്തിലാണ് ചോദിക്കുന്നത്. അയ്യു സയാനബി, ഏത് സൈനബെ? ഇബ്നു മസ്ഊദിന്റെ ഭാര്യ സൈനബയാണ്. ഇത് കെട്ടപാട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ലഹുമാജറാൻ അജ്റു സദഖത്തി വ അജ്റുൽ ഖറാബ ഖാല റസൂലുള്ളാഹി. ആ 2 സ്ത്രീകൾക്കും 2 പ്രതിഫലമാണ് ഭർത്താക്കന്മാർക്ക് കൊടുത്താൽ കിട്ടുന്നത്. ഒന്ന് കുടുംബബന്ധം പുലർത്തിയതിന്റെ പ്രതിഫലമാണ്, രണ്ടാമത്തേത് ദാനധർമ്മത്തിന്റെ പ്രതിഫലവുമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. പുറമക്കാർക്ക് കൊടുത്താൽ സ്വതക്കന്റെ കൂലിയെ കിട്ടൂ എങ്കിൽ ഭർത്താവിന് കൊടുത്താൽ സ്വതക്കന്റെ കൂലിയും ഖറാബത്തി, ബന്ധം പുലർത്തിയതിന്റെ, കുടുംബബന്ധം പുലർത്തിയതിന്റെ പ്രതിഫലവുമാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. മാനം കാക്കാൻ വേണ്ടി ഇബ്നു മസ്ഊദിന്റെ ഭാര്യ ശ്രമിച്ചത്. ഇതാണ് എന്റെ വിഷയം. മഹാനായ നബി തങ്ങൾ അതാണ് നമ്മെ പഠിപ്പിച്ചത്.
ഭർത്താവിന്റെ മാനവും അദ്ദേഹത്തിന്റെ ആ അഭിമാനവും നഷ്ടപ്പെടാത്ത രൂപത്തിലാണ് അവരോട് നിങ്ങൾ പെരുമാറേണ്ടത്. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നുമേ ഉണ്ടാകരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മകളെ കെട്ടിച്ചു വിട്ടുണല്ലോ. അലി ഇബ്നു അബീ ത്വാലിബാണ് ഭർത്താവ്. ഭർത്താവിനോടൊപ്പം കഴിഞ്ഞുകൂടുന്ന മകള്, ആ മകളുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരിക്കൽ വീട്ടിലേക്ക് വരികയാ. മകൾ ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാണ്, നബിതങ്ങൾ, ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത്? എന്താണ് നിന്നെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നീ കണ്ണീരൊലിപ്പിക്കുന്നത്? നബിതങ്ങളോട് ഫാത്തിമ ബീവി എന്ന മോൾ പറയുകയാണ്, ഉപ്പ ഒന്നുമില്ല, ലൈസ ബിശൈഇൻ യാ അബി, ഒന്നുമില്ല ഉപ്പ, ഒരു പ്രശ്നവുമില്ല. മഹാനായ നബിതങ്ങൾ എങ്ങനെ വെറുതെ വിടോ? ഒന്നുമില്ലാതെ കരയില്ലല്ലോ. കരയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അത് പറയ് ഫാത്തിമ. എന്തോ ഒരു പ്രശ്നം നിനക്കുണ്ടല്ലോ, അത് പറയ്. വല്ലാതെ നിർബന്ധിച്ചപ്പോ പറയല്ലാതെ നിർവാഹമില്ലാന്നായപ്പോ ഫാത്തിമ ബീവി പറഞ്ഞു, വല്ലാതെ നിങ്ങൾ നിർബന്ധിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ഭർത്താവ് അലി തങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്താനുണ്ട്, കുറച്ച് കശപിശുണ്ടായി. അതിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ എന്റെ തൊള്ളോണ്ട് ഒരു വാക്ക് വന്നുപോയി. അത് വരാൻ പാടില്ലാത്തതായിരുന്നു, അങ്ങനെ വന്നുപോയി. പക്ഷെ ആ വരാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത ആ വാക്ക് ഉപയോഗിച്ചതോടെ എന്റെ ഭർത്താവ് അലി തങ്ങൾ വല്ലാതെ മാനസികമായി തളർന്നു, മാനസികമായി ടെൻഷനായി. മഹാനവർകൾ എന്നോട് പറഞ്ഞു, ഫാത്തിമ നീ എന്റെ ഭാര്യയല്ലേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഭർത്താവായ എന്നോട് നീ ആ വാക്ക് പറഞ്ഞല്ലോ, അതെന്റെ മനസ്സിന്റെ ഉള്ളിൽ തട്ടിയിട്ടുണ്ട്, എനിക്കത് പൊറുക്കാൻ കഴിയില്ല. ഞാൻ എന്റെ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ പറ്റിപ്പോയതാ, ഒന്നുപോയതാ, നിങ്ങൾ എനിക്ക് പുറത്തു തരണം, അത് എനിക്ക് മാപ്പാക്കി തരണം. ഭർത്താവിനോട് ഞാൻ പലവട്ടം പറഞ്ഞു, നീ തങ്ങൾ മാപ്പാക്കാൻ തയ്യാറായില്ല. വാക്ക് അങ്ങനെ വന്നുപോയി നബിയെ, നാക്കിൽ നിന്നും വന്നുപോയതാണ് ഉപ്പ. ഞാൻ ഒരുപാട് തവണ മാപ്പപേക്ഷിച്ചിട്ടും എന്റെ ഭർത്താവും മാപ്പ് നൽകാൻ തയ്യാറായില്ല. അങ്ങനെ പറഞ്ഞു 72 വട്ടം ഞാൻ അദ്ദേഹത്തോട് മാപ്പപേക്ഷിച്ചു. 73ാമത്തെ വട്ടം മാപ്പ് ചോദിക്കുമ്പോഴാണ് എന്റെ ഭർത്താവ് അത് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത്. എന്റെ മനസ്സിനേറ്റ മുറിവാണ് പെണ്ണ്, മേലിൽ ഇങ്ങനെ ഒരു വാക്ക് നീ പറഞ്ഞേക്കരുത്. പറഞ്ഞതോ പറഞ്ഞു, ഞാനത് പൊരുത്തപ്പെട്ട് തന്നേക്കാം, മേലിൽ അത് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശാസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വാക്ക് എന്റെ ഭർത്താവിന്റെ മുന്നിൽ പറഞ്ഞല്ലോ എന്ന രൂപത്തിൽ എന്റെ മനസ്സിനെ അടക്കാൻ കഴിയാത്ത സങ്കടം വന്നുവരികയാണ്. അതുകൊണ്ടാണ് കരഞ്ഞു പോകുന്നത് എന്ന് ഹബീബായ നബിതങ്ങളെന്ന ഉപ്പ. ആ ഉപ്പയുടെ മുന്നിൽ മകൾ പറഞ്ഞപ്പോ എന്താണ് ഉപ്പ പ്രതികരിച്ചത്? പൊന്നു രക്ഷിതാക്കളെ, നാം എന്താണ് പറയുക? നമ്മുടെ മരുമകളിൽ നിന്ന്, നമ്മുടെ മകളിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് മരുമകനെതിരിൽ വരികയും എന്റെ മകള് 12 വട്ടം 25 വട്ടം 70 വട്ടം 72 വട്ടം ഒക്കെ കാൽ പിടിച്ച് പൊരുത്തപ്പെടിപ്പിച്ച് ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്താൽ പൊതുവെ നാം കുറ്റപ്പെടുത്താറ് മരുമകനെയല്ലേ. വല്ലാത്തൊരു ദുസ്വഭാവിയാണ് എനിക്ക് മരുമോനായി കിട്ടിയത്. അങ്ങനെ ഒരു അപാകത, അങ്ങനെ ഒരു അബദ്ധം നാക്കിൽ നിന്ന് വരും, സ്വാഭാവികമല്ലേ? അതൊക്കെ വന്നതിന് ഇത്ര വട്ടം കേണപേക്ഷിച്ച് എന്റെ മകൾ ആവശ്യപ്പെട്ടിട്ട് പോലും ഒന്ന് പുറത്തു കൊടുക്കാൻ മനസ്സില്ലാത്ത മർക്കളമുഷ്ടിക്കാരൻ എന്നൊക്കെ വിചാരിച്ച് മരുമകനെ കുറിച്ച് ആക്ഷേപമായി നാം ചിന്തിക്കുന്നുവെങ്കിൽ വിവാഹ നിബിധങ്ങൾ പറഞ്ഞ വാക്കെന്താ പെണ്ണ് സഹോദരിമാരെ? യാ ഫാത്തിമത്തോ ഇൻ മുത്തിഖബിലാൻ തുള്ളിയാലിയാ മാ സല്ലൈതു അലൈകി. എടി ഫാത്തിമ, നിന്റെ ഭർത്താവ് അലിയാരില്ലേ, അലിയാരെ വേദനിപ്പിക്കുന്ന വാക്ക് നീ പറഞ്ഞില്ലേ, അങ്ങനെ നിന്റെ ഭർത്താവിനോട് നീ പൊരുത്തപ്പെടിയിട്ടില്ലേ? അങ്ങനെ പൊരുത്തപ്പെട്ട് തരുന്നതിന് മുമ്പ്, നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുന്നതിന് മുമ്പ് നീയെങ്ങാനും മരണപ്പെട്ടിരുന്നുവെങ്കിലോ മാ സല്ലൈതു അലൈകി, നിന്റെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുകയായിരുന്നു. എടേ, നിന്റെ പേരിൽ ഞാൻ മയ്യിത്ത് നിസ്കരിക്കാവൂലായിരുന്നു. ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ് മരണപ്പെട്ട നിനക്ക് ഞാൻ മയ്യിത്ത് നിസ്കരിക്കുകയോ, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. നീ പൊരുത്തപ്പെടിച്ചത് കൊണ്ട് തരക്കേടില്ല എന്നും പറഞ്ഞ തന്റെ മകളെ ശാസിച്ചത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ എന്റെ പൊന്നു സഹോദരിമാരെ, വേണ്ട, മനസ്സ് വേദനിപ്പിക്കണ്ട, സങ്കടപ്പെടുത്തണ്ട, ബുദ്ധിമുട്ടിനാക്കണ്ട, പരസ്പരം വിട്ടുവീഴ്ചയിലൂടെ മുന്നേറിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും വധൂവരന്മാരായി വീട്ടിൽ കഴിഞ്ഞു കൂടുമ്പോ പലപ്പോഴും അങ്ങോട്ട് വെറുപ്പ്, ഇങ്ങോട്ട് വെറുപ്പുള്ളത് അവരിൽ നിന്നുണ്ടായേക്കാം.
നമുക്ക് അങ്ങോട്ട് വെറുപ്പുള്ളതും ചെയ്തിട്ടുണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ് ഉണ്ടാകേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാ. നാമൊക്കെ ഹജ്ജിന് പോകുമ്പോ ഉംറക്ക് പോകുമ്പോ തന്റെ അയൽപക്കത്ത് കയറി ഇറങ്ങിയിട്ടോ തന്റെ കുടുംബാംഗങ്ങളുടെ വീട്ടിൽ പോയി അവരോടൊക്കെ നാം പൊരുത്തപ്പെടിക്കാറില്ലേ? പോരകട്ടോ പോരാ. ഒരു ഭാര്യ ഹജ്ജിന് പോകുമ്പോ തന്റെ ഭർത്താവിനെ ഇരുത്തിയിട്ട് പറയണം, ഭർത്താവേ, ഇത്രയും നീണ്ട കാല ദാമ്പത്യ ജീവിതം നയിച്ചവരല്ലേ നമ്മള്. എന്റെ 17ാമത്തെ വയസ്സിന് എന്റെ 12ാമത്തെ വയസ്സിന് പഴയകാലത്ത് അങ്ങനെയൊക്കെ വിവാഹം ചെയ്തിരുന്നല്ലോ. ആ വയസ്സിലാണ് നിങ്ങളുടെ അരികിൽ ഞാനൊരു ഭാര്യയായി വന്നിരുന്നത്. ഇന്നെനിക്ക് വയസ്സ് 70. ഇപ്പോഴാണ് ഹജ്ജിന് ഉംറക്ക് പോകാൻ അവസരം ലഭിച്ചിരിക്കുന്നത്. 12 വയസ്സ് മുതൽക്ക് ഇങ്ങോട്ടുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഭർത്താവ് എന്ന നിലയിൽ അങ്ങയോട് അപമര്യാദയായി പലപ്പോഴും ഞാൻ പെരുമാറിയിട്ടുണ്ട്. അതൊക്കെയും എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തപ്പെടിക്കേണ്ടതല്ലേ? ഒരു ഭർത്താവാണ് ഹജ്ജ് ഉംറക്ക് പോകുന്നത് എങ്കിൽ അയൽപ്പക്കക്കാരോട് കുടുംബാംഗങ്ങളോട് പൊരുത്തപ്പെടിക്കുന്നതിനേക്കാളേറെ അതിന്റെ മുമ്പ് ആദ്യമായി നാം പൊരുത്തപ്പെടിക്കേണ്ടത് ഭാര്യമാരോടല്ലേ? അവളോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടില്ലേ? അവളോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടില്ലേ? അവളോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടില്ലേ? അവളെ മാനസികമായി തളർത്തിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിക്കണ്ടേ? അങ്ങനെ മനസ്സംതൃപ്തിയോട് കൂടെ ചെയ്താലല്ലേ ആ ഹജ്ജ് പൂർണ്ണമായി ഹജ്ജായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതിനാൽ വിട്ടുവീഴ്ച ചെയ്തോ, പരസ്പരം സഹകരണത്തോടു കൂടെ നീങ്ങിക്കോ. അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് അവർക്കിടയിൽ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവുക, റഹ്മത്തിന്റെ മലായികത്തുൽ കറാമിന്റെ സാന്നിധ്യമുണ്ടാവുക. അങ്ങനെ വധൂവരന്മാർക്കിടയിൽ ഒരു സൗഹൃദമുണ്ടായി അങ്ങനെ സന്തോഷകരമായി ജീവിച്ചങ്ങ് മരണപ്പെട്ടാൽ അല്ലാഹനെ ഇഷ്ടപ്പെടുത്തി അല്ലാഹ്ക്ക് ചെയ്യേണ്ടുന്ന ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ചെയ്തവരായാൽ നാളെ മഹ്ശറ ലോകത്തും മാത്രമല്ല നാളെ സ്വർഗീയ ലോകത്തും അവർ തരുണീമണികളായി, അവർ ദമ്പതികളായി, അവർ വധൂവരന്മാരായി കഴിഞ്ഞു കൂടുന്നവരാ. ആ ലോക ജീവിതത്തിന് പരിധിയില്ല. അവിടെ കാലാകാലവുമാണ്. ആ സ്വർഗമെന്നത് ശാശ്വതമാണ്. ആ ഖാലിദായ ശാശ്വതമായ സ്വർഗത്തിലും വധൂവരന്മാരായി സന്തോഷകരമായി ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് സമയദൈർഘ്യം ഭയന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്.